കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയവരാണ് ഞങ്ങൾ. ഇത്രയും കഷ്ടപ്പാട് സഹിച്ചും റിസ്ക് എടുത്തും ഞങ്ങളിവിടെ വന്നത് ദൈവത്തിൽ നിന്നുള്ളൊരു അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ മനുഷ്യൻ കളഞ്ഞാലും ദൈവം കളയില്ല. ആമേൻ. ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ദൈവത്തിന് വേണ്ടി, ആ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നിർത്തിയ ഒരാളാണ് നിങ്ങൾ. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യേശു മുന്തിരിത്തോട്ടത്തിനകത്ത് ഒരത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു എന്ന്. എങ്ങനെയോ കിളിർത്തു വന്ന ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ചല്ല, മുന്തിരിത്തോട്ടത്തിനകത്ത് മുന്തിരിയാ നടേണ്ടത്, പക്ഷെ വളരെ സെലക്റ്റീവായി നിന്നുകൊണ്ട് ഒരത്തിവൃക്ഷത്തെ നട്ടു. ഇതുപോലെ ഈ ആലയത്തിൽ പ്രാർത്ഥനയ്ക്കായി ദൈവം നട്ടവരാണ് നിങ്ങൾ. ആമേൻ. ഒരുപാട് ചൂടുണ്ട്, ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി ഇതിനെല്ലാം അസ്വസ്ഥത, ഒന്ന് ഇരിക്കാൻ പോലും, കാലം നീട്ടി വയ്ക്കാൻ പോലും എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഹാളിനകത്തൊരു ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നതിലും ആരുടെ മുഖത്തൊരു പരാതിയില്ല. കർത്താവേ, ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുമെന്ന്. ആമേൻ. നാനും എൻ വീടും എൻ വീട്ടാരൈവരും ഓയാമൽ നன்றி சொல்வோம். ഒരു കരു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാമൽ സുമന്തീരേ നன்றി. ഒരു കരു പോലെ കാത്തീരേ നன்றി, എന്നെ സിതയാ സുമന്തീരേ നன்றി. എബിനേശ്വരേ എബിനേശ്വരേ, ഇന്നാൾ വരെ സുമന്തവരേ. എബിനേശ്വരേ എബിനേശ്വരേ, എൻ നിനവൈ ഇരുപ്പവരേ. നന്ദി നന്ദി നന്ദി, இதயத்தில் சுமந்தீரே நன்றி. நன்றி நன்றி நன்றி, கருவோல சுமந்தீரே നന്ദി. എല്ലാ സങ്കടങ്ങളും മാറുമെന്ന് വിശ്വസിച്ചേ. എൻ്റെ പ്രയാസങ്ങളെല്ലാം മാറുമെന്ന് വിശ്വസിച്ചേ. ആ പാട്ടിന്റെ വരികൾ അറിയുമോ? സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും നീ വേദനകൾ. എന്നോട് എൻ്റെ ദൈവം പറയുന്നത് ഇന്ന് കേൾക്കുവാണ്. ഇവിടെ നിൽക്കുന്ന അകത്തും പുറത്തുമായി നിൽക്കുന്ന എല്ലാവരും കേട്ടെ. ഇത് ഓൺലൈനിലൂടെ കാണുന്നവരായിരിക്കാം, നാളെ ഒരു സമയത്ത് ഇത് ശ്രദ്ധിക്കുവായിരിക്കാം. ഇപ്പൊ പാടിയത് എൻ്റെ ദൈവം എന്നോട് പറയുന്നതായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും മാറിപ്പോകും ഈ വേദനകൾ. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ. നിങ്ങളുടെ പ്രാർത്ഥന എഴുതിയിട്ട നിയോഗത്തെ നോക്കിയിട്ട് ഇത് പാടാമോ? എൻ്റെ പ്രാർത്ഥിച്ച വിഷയം എൻ്റെ ജീവിത പങ്കാളിയാകാം, മകനാകാം, മകളാകാം, സാമ്പത്തികമാകാം, വിദ്യാഭ്യാസമാകാം, ആരോഗ്യമാകാം. എന്നിട്ട് ആ വിഷയത്തെ നോക്കിയിട്ട് എൻ്റെ ദൈവം പറയുക, സാരമില്ല ഈ സങ്കടങ്ങൾ, മാറിപ്പോകും ഈ വേദനകൾ, സാരമില്ല ഈ സങ്കടങ്ങൾ, ഇത് മാറിപ്പോകും, ഇത് മാറിപ്പോകും. ഹല്ലേലൂയ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും, മാറിപ്പോകും ഈ വേദന. സംശയവും അവിശ്വാസവും ജീവിതത്തിൽ നിന്ന് കളഞ്ഞോടൊന്ന് പാടിയേ. സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകും,
മാറിപ്പോകും ഈ വേദന. ശബ്ദമുയർത്തി ഒന്ന് പറയാമോ? സാരമില്ല ഈ സങ്കടങ്ങൾ മാറിപ്പോകും, മാറിപ്പോകും ഈ വേദന. ഒന്നും കൂടെ ഒറ്റ പ്രാവശ്യം കൂടെ പറഞ്ഞേ. സാരമില്ല ഈ സങ്കടങ്ങൾ മാറിപ്പോകുന്നേ, മാറിപ്പോകും ഈ വേദനകൾ. ആമേൻ, ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇരിക്കാമോ? ഇരിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ സ്ഥലപരിമിതികളുണ്ട്. എങ്കിലും നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കാണുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ കാണുന്നു. നിങ്ങൾ ഈ ചൂട് സഹിച്ചതിനകത്ത് ഇരിക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു നന്മയായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കത്തില്ല. കാല് നീട്ടി വെക്കാൻ സ്ഥലമില്ല, ഭയങ്കര അസ്വസ്ഥതയുണ്ട്, നടുവേദനയുള്ളവർ നിലത്തിരിക്കുന്നവരുണ്ട്, പല വിഷയങ്ങളുള്ളവർ നിൽക്കുന്നവരുണ്ട്, നിന്നും അടുത്തവരുണ്ട്. എല്ലാവരെയും ദൈവനാമത്തിൽ നന്ദിയോടും സ്നേഹത്തോടും വളരെ റെസ്പെക്റ്റോടും കൂടെ കാണുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാണിച്ച മനസ്സിനെ സ്വർഗത്തിലെ ദൈവം സകല നന്മകളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഈ വചനത്തിൻ്റെ നന്മ മനസ്സിലാക്കിയവർ ഈ വചനം താഴെ വയ്ക്കത്തില്ല, ഇതെവിടെയേലും വെച്ചിട്ട് പോകത്തില്ല. ഇത് നിലത്ത് വയ്ക്കാൻ തന്നെ അവർ 10 പ്രാവശ്യം ആലോചിക്കും. ഇവിടെ വേശയൊന്നുമില്ലേ, നിലത്തെങ്ങനെയാണ് വയ്ക്കുക എന്ന് ചിന്തിക്കും. ഇതിൻ്റെ നന്മ അറിഞ്ഞവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ശക്തി ശരിക്കും ഈ കാലഘട്ടത്തിൽ ഞാനും കണ്ടിട്ടുണ്ട് ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ കുറച്ച് 1-2 വെള്ളിയാഴ്ച മുമ്പാണോ എന്നെനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു മനുഷ്യൻ ചെവിയിലിങ്ങനെ കൈയിട്ടിട്ട് ഭയങ്കരമായിട്ട് തല കുലുക്കുവാണ്. ചെവിയിലിങ്ങനെ വിരൽ അദ്ദേഹം. അപ്പോൾ അടുത്തുനിന്ന് ആൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, നിങ്ങൾ കുറേ നേരമായി തല ഇങ്ങനെ ഇട്ട് വല്ലാതെ വിറപ്പിക്കുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തിയുടെ ശിരസിലൊന്നും ആരും കൈവച്ച് പ്രാർത്ഥിക്കുകയോ ഇവിടെ അടുത്ത് നിൽക്കുന്ന ആൾക്കൊന്നും ആളെ അറിയത്തുമില്ല. അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ ഈ ചെവിക്ക് കേൾവിക്കുറവായിരുന്നു, പഴുപ്പും നീരും ഒക്കെ ആയിരുന്നു, ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണ്. ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുക എൻ്റെ ഈ ചെവി കൂടെ ശരിക്കും കേൾക്കാമെന്ന്. ബ്രദർ, നിങ്ങൾ എവിടെ നിന്നുള്ള ആളാണെന്നറിയില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് എൻ്റെ ചെവി കൊണ്ടൊന്ന് കേൾക്കാൻ പറ്റുമോ നോക്കട്ടെ. അയാൾ അവിടെ നിന്ന് ചെറുതായിട്ട് എന്തോ 2 കാര്യങ്ങൾ പ്രൈസ്തലോടുന്നോ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ചെവിക്ക് പ്രയാസമായിരുന്നു, അത് മാറി. ഞാനത് ശരിയാണോ എന്നറിയാൻ ഞാൻ തന്നെ എൻ്റെ വിരലിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. എനിക്കിങ്ങനെ ചെവി ഇടുമ്പോൾ അറിയാം, എനിക്ക് കൈവിരൽ പോലും തൊടുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ ശക്തി കൂടിയെന്നല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അത് കൂടിക്കൂടി വരുന്നു എന്നാണ് അതിൻ്റെ ഒരു തെളിവ്, അതിൻ്റെ ഒരു അടയാളം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ ഇന്നലെ ആളുകളോട് പറഞ്ഞൊരു വചനം ആമുഖമായി ഒന്ന് പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമോ? ആ വാക്യം, കർത്താവ് നിന്റെ വേദനയും, കർത്താവ് നിന്റെ വേദനയും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, നിൽക്കുന്നവർക്കുണ്ട് ഒരു വേദന. വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ, മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം ഒരു വേദനയുണ്ട്. ദൈവം എന്ത് ചെയ്യുന്നു കേട്ടെ? കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യവും ചെയ്യേണ്ടി വന്ന കഠിനദാസ്യം, കുറെ അധ്വാനം, സങ്കടം, അതെന്തു ചെയ്യും? അത് നീക്കും. അപ്പോൾ മുമ്പേ പാടിയത് വെറുതെയല്ല, സാരമില്ല ഈ സങ്കടങ്ങൾ. അത് കറക്റ്റാണ്, ഈ വചനമാണ് പാടിയത്. അത് നീക്കും, അത് മാറ്റും, എന്നിട്ടോ നിനക്ക് വിശ്രമം നൽകും. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ നിനക്ക് വിശ്രമം നൽകുന്നത്? എങ്ങനെയൊക്കെ നിനക്ക് വിശ്രമം നൽകും?
നിന്റെ മേലുള്ള സകല വേദനയും കഷ്ടതയും എല്ലാ പ്രയാസങ്ങളും നീക്കി നിനക്ക് ദൈവം ഒരു വിശ്രമം നൽകും. ഹല്ലേലൂയ. ദൈവം നൽകുന്ന ആ ഒരു വിശ്രമം ഉണ്ടല്ലോ, അത് അനുഭവിക്കാനാണ് നമ്മൾ ഈ ബെടാപ്പാട് പെടുന്നത്. നമ്മളിവിടെ വന്ന് ദൈവം എനിക്ക് നൽകുന്ന ആ വിശ്രമം, ആ സന്തോഷം, ആ സമാധാനം എനിക്ക് വേണം. എന്തൊക്കെ ചെയ്തിട്ടാണ് ദൈവം തരുന്നത്? എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന വേദനയും കഷ്ടതയും എൻ്റെ ദൈവം മാറ്റും. ഹല്ലേലൂയ. എൻ്റെ ദൈവം മാറ്റും. എന്നിട്ട് നിനക്ക് ഒരു സ്വസ്ഥത നൽകും, സമാധാനം നൽകും. ഇനി നിങ്ങളോട് പറയട്ടെ, ദൈവം എങ്ങനെയാ ഒരാളെ അനുഗ്രഹിച്ചുയർത്തുന്നത്? ദൈവം ഒരാളെ അനുഗ്രഹിച്ചുയർത്തിയാൽ എത്ര മാത്രം ഉയർത്തും? ഞാൻ ഇന്നലെ ഒരാൾ പറഞ്ഞപ്പോൾ ഓർക്കുവാണ്, കാണേണ്ട ഒരാൾ നമ്മളെ കണ്ടാൽ മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ. കാണേണ്ട ഒരാൾ എന്നെ കണ്ടാൽ മതി. അത് ബേക്കറി വെച്ച് കണ്ടാൽ മതി, അത് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടാൽ മതി, എയർപോർട്ടിൽ വെച്ച് കണ്ടാൽ മതി, ചിലപ്പോൾ ടൗണിൽ വെച്ച് കണ്ടാൽ മതി. കാണേണ്ട ഒരാൾ. കൊറോണയ്ക്ക് മുമ്പുള്ള കാലത്ത് ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ദുബായിൽ നിന്ന്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അച്ഛൻ്റെ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞ ഒരാളില്ലേ? ഞാൻ പറഞ്ഞു, കുറേ ആൾക്കാരുണ്ട്. അല്ല, ഇന്ന പേരുള്ള ഒരാൾ. എനിക്ക് ഓർമ്മയുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് യൂട്യൂബിലൂടെ കണ്ടപ്പം ഞാൻ ദുബായിലിരുന്ന് ഓർക്കുക, അവനെ ഈ കമ്പനി കൊണ്ടുവന്നൊരു ജോലി കൊടുക്കണോ. അത് യൂട്യൂബിൽ ആ വ്യക്തി സാക്ഷ്യം പറയുന്നത് ദുബായിലിരുന്ന് കണ്ട ആ കമ്പനിയുടെ ഉടമസ്ഥൻ ചിന്തിക്കുവാണ്, ഇവൻ്റെ നമ്പർ എങ്ങനെ കിട്ടും? ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ കമ്പനിയിൽ, ദൈവത്തെ അറിഞ്ഞൊരു കൊച്ചനാണ് അവൻ. ആ കമ്പനിയിൽ ആ വ്യക്തി അർഹിക്കുന്നതിനേക്കാൾ ഒരു പദവിയിലായി എന്നുള്ളതെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിൽ കണ്ടതേ ഉള്ള ആളെ സ്വപ്നത്തെ വിചാരിച്ചില്ല അങ്ങനെ ഒരു ജോലി കിട്ടും, അങ്ങനെ ഒരു കസേരയിലിരിക്കും. എന്നെ കാണേണ്ട പോലെ, അല്ലെങ്കിൽ ഒരാൾ എന്നെ കണ്ടാൽ മതി എൻ്റെ ചിത്രം മാറാൻ, എൻ്റെ ഭാവി മാറാൻ, എൻ്റെ കാര്യങ്ങൾ സുഗമമായി നടത്താൻ. ഹല്ലേലൂയ. ഇവിടെ ധ്യാനത്തിന് വന്ന് വിസ റിജക്റ്റ് ആയി പോയി കോഴിക്കോട് വന്ന ഒരു സഹോദരൻ താഴെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരാൾ സ്റ്റെപ്പ് കയറി വരുന്നു. ഇവൻ എന്നെ കണ്ടച്ച് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ആ സ്റ്റെപ്പിൽ നിന്ന് പറയുക, നീ പോകാൻ ഉദ്ദേശിച്ച രാജ്യത്തിൽ നിന്ന് വന്ന ഒരാളെ വേണേ പരിചയപ്പെട്ടോളാം. ഞാൻ ചുമ്മാ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞ്, ഇന്ന രാജ്യത്ത് പോകാൻ ഒരു ഭാഗ്യം ഉണ്ടാകണം, എനിക്കിനി അതേ പ്രതീക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് കയറി വരുമ്പോൾ താഴെ പുരുഷന്മാർ കിടക്കുന്ന ഡോമെട്രിയിൽ അദ്ദേഹം താമസിച്ചേച്ച് ശുശ്രൂഷയ്ക്ക് അയാൾ കയറി വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആ വ്യക്തിയെ പരിചയപ്പെട്ടോ, നീ പോകാൻ ഉദ്ദേശിച്ച് രാജ്യത്തിൽ നിന്ന് വരുന്നയാൾ, അദ്ദേഹത്തിന് അവിടെ സിറ്റിസൺ ഉള്ള ആളാണ്. ആ വ്യക്തി ആ രാജ്യത്ത് പോകാൻ, ആ വ്യക്തിക്ക് ആ രാജ്യത്ത് പോകാൻ ആ സ്റ്റെപ്പേന്ന് കണ്ട കാഴ്ച ഒരു നിമിത്തമായി മാറി. ചിലപ്പോൾ നമ്മളെ കാണുന്ന ചിലർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യങ്ങളെ എണ്ണത്തെ കൂട്ടും. ഹല്ലേലൂയ. നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ ചില നന്മകൾ വരുന്നത്. നമ്മൾ വിചാരിച്ചാലായിരിക്കില്ല ചില നന്മകൾ കയറി വരുന്നത്. ഒന്ന് സന്തോഷത്തോടെ ഒരു കരം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന ദാസ്യവും വിഷമവും കഷ്ടപ്പാടും നിന്നയും ആ പരിത്യക്ത അനുഭവിച്ച സാഹചര്യങ്ങളെല്ലാം നീക്കും. ആര് നീക്കും? മനുഷ്യ. അങ്ങനെ നീക്കിയാണ് നിന്നെ ദൈവം ഉയർത്തുന്നത്. ഒരു വാക്യം വായിച്ചോട്ടെ. 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു. എവിടെ നിന്ന് ഉയർത്തും? ധൂളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൊടിയിൽ നിന്ന്, ചാരത്തിൽ നിന്ന്. ആരെ ഉയർത്തും? ദരിദ്രനെ. എല്ലാം തികഞ്ഞ് ഞാൻ വലിയ പുള്ളിയാന്ന് പറയുന്നവനെ അല്ല, ദരിദ്രനെ, എളിമയോടെ പ്രാർത്ഥിക്കുന്നവനെ ധൂളിയിൽ നിന്ന്, പൊടിയിൽ നിന്ന്, നിലത്തൂന്ന് ഉയർത്തൂന്ന്. അടുത്ത വാക്ക്, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അഗതി എന്ന് പറഞ്ഞ വാക്കെന്താ? ആരും ഇല്ലാത്തവൾ.
എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൾ എവിടെയാ കിടക്കുന്നത്? അഗതിയെ കുപ്പയിൽ നിന്ന്. കുപ്പ അതെവിടെയാ സ്ഥലം? എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ ഇരിക്കുന്ന വേസ്റ്റ് ഇടുന്ന പാത്രമില്ലേ, അതാണ് കുപ്പപാത്രം. അതൊന്നിനും എല്ലാം വേണ്ടാത്ത മീനിൻ്റെ തലയും ചീഞ്ഞ തക്കാളി, കാബേജ്, മുട്ടയുടെ തോട്, ഉള്ളിയുടെ വേസ്റ്റ് എല്ലാം ഇടുന്ന സ്ഥലമാണ് കുപ്പ. ആരെങ്കിലും അതിലെ നടന്നു പോകുമ്പോൾ പറയും അതൊക്കെ ചീഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്, ഒരു ചെരുപ്പിട്ട് പോകാൻ പാടില്ല എന്ന് ചോദിക്കും. ഇനി അഥവാ നമ്മൾ പോയാലും എന്തോ ഒരു ദുർഗന്ധമാ, മൂക്കുമ്പത്തി ഓടും. അഗതിയെ ദൈവം ചീഞ്ഞ കുപ്പേന്ന് എന്താ സമുദ്ധരിക്കും. എവിടെ നിന്നാ? കുപ്പയിൽ നിന്ന്, ചീഞ്ഞ സ്ഥലത്തുനിന്ന്, ഒന്നിനും ആർക്കും വേണ്ടാത്ത സ്ഥലത്തുനിന്ന് ദൈവം നിന്നെ ഉയർത്തുന്ന, സമുദ്ധരിക്കൂന്ന് വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം വായിച്ച് ഇന്നലെ ഇവിടെ വന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഞാനിത് വായിച്ചപ്പോൾ തോന്നി ആ കുപ്പയിലായിരുന്നു എൻ്റെ ജീവിതവുമെന്ന്. കുപ്പയിൽ നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ വീടിരിക്കുന്ന സ്ഥലം എനിക്കറിയാം, എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി എനിക്കറിയാം, താമസിച്ച വീട് എനിക്കറിയാം, അതിൽ കടന്നുപോയ അനുഭവം അറിയാം. അത് ഈ വചനത്തിൽ പറഞ്ഞ കുപ്പ തന്നെയാണ്, ചീഞ്ഞതാണ്. കണ്ണാടിച്ചില്ല് പോയി നിലത്ത് വീണ് പൊട്ടിയതുപോലെ പൊട്ടിയ ആളാണ് ഞാൻ. തകർന്നവനാണ്, ഉപേക്ഷിക്കപ്പെട്ടവനാണ്. പലരും നിന്ദിച്ചിട്ടുണ്ട്, പലരും വീടിൻ്റെ വാതിലടച്ച് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് പലരും വാഹനത്തിൽ പോലും കയറ്റില്ലായിരുന്നു. ആഘോഷങ്ങളിൽ തഴയപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ വാക്യം സത്യമാണെന്ന് പറയാൻ പോവാണ്. കുപ്പയിൽ കിടന്ന ഞാൻ ഇന്ന് നിൽക്കുന്നത് റെഡ് കാർപ്പറ്റിന്റെ മുകളിലാണ്. രാജാക്കന്മാരാണ് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്ന. രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ റെഡ് കാർപ്പറ്റ് ഉണ്ട്. രാജാവും അതുപോലെ ഒപ്പമുള്ളവരെ നടക്കത്തുള്ളൂ അതിലെ. എന്നെ ഈ റെഡ് കാർപ്പറ്റിൽ നിർത്തി വന്ന വഴി ചീഞ്ഞു കിടക്കുന്ന കുപ്പയെന്നാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വചനം നിങ്ങളുടെ ചങ്കിനകത്ത്, മനസ്സിനകത്ത് എഴുതി വെക്കണം. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന 10 പേരേലും കാണും. എന്നെപ്പോലെ വന്ന വഴി കൂടെ പോയവരെ ചില അമ്മമാരെൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ അനുഭവം പോലെ അതേ അനുഭവത്തിലാണ് ഞാൻ ഉള്ളതെന്ന്. അതിൻ്റെ അർത്ഥം പൊട്ടിപ്പോയവരാണെന്നാണ്, തകർന്നു പോയവരാണെന്നാണ്. കുപ്പത്തൊട്ടിയിലാ കിടക്കുന്നതെന്ന് ആർക്കും വേണ്ട. പക്ഷേ അഗതിയായാലും കുപ്പത്തൊട്ടിയിലാ കിടക്കുന്നതിൽ ഓർത്തോണം, ഒരു ദൈവം നിന്നെ എങ്ങനെ എവിടെ കിടന്ന് നിന്നെ സമുദ്ധരിച്ചു കൊണ്ടുവരും, ഉയർത്തിക്കൊണ്ടുവരും. അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കും. നമ്മളത് വിശ്വസിച്ചോ? ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ ഒരു പാട്ടായിട്ട് പാടേണ്ടി വരും. ഒരു 4 ലൈൻ പാട്ടുണ്ട്. എനിക്ക് ദൈവത്തോട് പാടാനൊരു പാട്ടുണ്ടെന്നും പറഞ്ഞൊരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. ദൈവമേ, ഞാൻ ഇങ്ങനെ താഴെയായിരുന്നു, പക്ഷെ എനിക്കിന്ന് ദൈവത്തോട് പറയാൻ ഒരു പാട്ടുണ്ട്. എനിക്കൊരു ഉത്തമ ഗീതം, ഒരു നല്ല ഗീതം പാടാനുണ്ട്. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടാനുണ്ട്. എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്നാ പാടാനുള്ളത്? ഇന്നലകളിൽ കിടന്ന കുപ്പയുടെ കഥയാണ് പാടാനുള്ളത്. ഇന്നലകളിൽ പൊട്ടിത്തകർന്ന ജീവിതത്തിന്റെ കഥയാണ് എനിക്കിന്ന് പാടാനുള്ളത്. നീ എന്തിനാണ് ധ്യാനത്തിന് പോകുന്നത്? നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നീ എന്തിനാ അലറുന്നത്? ആർക്കും വേണ്ടാത്ത എന്നെ ഉയർത്തിയ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പാടാതിരിക്കണമോ? എനിക്കൊരു പാട്ട് പാടാനുണ്ട്. എനിക്ക് ദൈവത്തിന്റെ മുന്നിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു ഉത്തമ ഗീതം പാടാനുണ്ട്. നിങ്ങൾക്കും ഒരു നാൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, ഈ അനുഗ്രഹമില്ല, എൻ്റെ കൊച്ചിൽ വന്ന ഈ അനുഗ്രഹം, ഈ എൻ്റെ കുടുംബത്തിനകത്ത് വന്ന ഈ അനുഗ്രഹമില്ലേ, അത് ചൂണ്ടിക്കാണിച്ചത് പ്രാർത്ഥിച്ച് കിട്ടിയതാണെന്നും പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരും. ഒന്ന് കേട്ട് നോക്കിക്കേ. എനിക്കൊരു ഉത്തമ ഗീതം ആരുടെ മുമ്പിൽ പാടാനുണ്ട്? എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്.
ഉണ്ടോ? ഒന്ന് പാടിക്കേ. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീപ്പൂ പോലെ മൃദുലം. ഈ പാട്ട് ആർക്കാർക്ക് എഴുതിയെന്നറിയാമോ? ഒരു ഭക്തൻ യേശുവിനായിട്ട് എഴുതിയതാണ്. യേശുവേ, തകർന്നു കിടന്ന എന്നെ, ആ കുഴി കിടന്ന എന്നെ, ആ വീട്ടിലോട്ട് വരാനൊരു വഴി പോലും ഇല്ലാത്ത ആ സ്ഥലത്ത് കിടന്ന എന്നെ, ഒരു സ്ഥലത്ത് ഒരു മാന്യതയും കിട്ടാതിരുന്ന എന്നെ ഇവിടം വരെ എത്തിച്ചത് യേശുവേ, എനിക്ക് നിന്നോടൊരു പാട്ട് എഴുതി തരണമെന്നുണ്ട്, ഒരു പ്രസംഗം പറഞ്ഞു തരണമെന്നുണ്ട്. അതാണ് ഉത്തമഗീതം. ഒന്ന് പാടിക്കേ. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. നാളെ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് പറ്റും. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീപ്പൂ പോലെ മൃദുലം. ഇനി അടുത്തെന്നറിയാമോ? എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, എൻ്റെ ജീവിതത്തെ തൊടുവാൻ. അതാണ് എൻ്റെ പാട്ട്, അതാണ് എൻ്റെ ജീവിതം. ഒന്ന് പാടുവാണ്. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ, യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല, കണ്ടുപോലുമില്ല. ഇത്രയേറെ ആനന്ദം എൻ്റെ ജീവിതത്തിലേകുമെൻ സ്വപ്നത്തിൽ യേശുവേ ഞാൻ ഒരിക്കലും നിരാശതില്ല. 10,000 അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. 10,000 എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദര യേശു. ജോണെ, ഒരു പ്രാവശ്യം കൂടെ അത് പറയും. എൻ്റെ ഹൃദയത്തെ തൊടുവാനെന്ന് പറയുമോ? എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ, യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. പിന്നെയോ ഇത്രയേറെയാണ് എൻ്റെ ജീവിതത്തിലെ സ്വപ്നത്തിൽ പോലും യേശുവേ ഞാൻ ഒരിക്കലും നിരാശതില്ല. 10,000 ഓ 10,000 അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. നമ്മുടെ ഒന്ന് പാടാമോ? 10,000 ഓ 10,000 അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദര യേശു. ആമേൻ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവം എങ്ങനെ ഉയർത്തും, എത്രത്തോളം ഉയർത്തും എന്നാ ബൈബിൾ പറഞ്ഞത്? കുപ്പയിൽ കിടന്ന, ഈ കുപ്പയിൽ കിടന്നപ്പോൾ പലരും പറഞ്ഞു ഒരിക്കലും ഇയാൾ രക്ഷപ്പെടുകയല്ലെന്ന്, ഒരിക്കലും കയറി വരത്തില്ലെന്ന്. പക്ഷെ നിന്നെ സമുദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അതിലേക്കൊരു വചനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം, 30 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതിനു വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു. ഇത് മനസ്സിലാകത്തക്ക വിധം ഈ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എത്തിക്കാൻ ഒരു അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് ഞാൻ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ എന്ന് പ്രാർത്ഥിച്ചേ. വചനം ഒന്ന് വായിച്ചേ. യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. ഒരാൾ എഴുതിയിരിക്കുകയാണ്, ഒരു സമറിയാക്കാരൻ എവിടെ നിന്നാണ്? ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക്, വേറൊരു സ്ഥലത്തേക്ക് ഈ വ്യക്തി യാത്ര പോയിക്കൊണ്ടിരിക്കുവാണ്.
യാത്ര പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. എവിടെ പെട്ടുപോയി? കവർച്ച കള്ളന്മാരുടെ കയ്യിൽ പെട്ടുപോയി. അവിടെ ഒരു വാക്കുണ്ട്, പെട്ടൂന്ന്. ചിലരെങ്കിലും പ്രാർത്ഥിക്കാൻ വരും, എന്നോട് പറയും, ഞങ്ങൾ ആകെ പെട്ടിരിക്കുവാണ്, കടബാധ്യതയിൽ പെട്ടിരിക്കുവാണ്, സാമ്പത്തിക തകർച്ചയിൽ പെട്ടിരിക്കുവാണ്. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ എവിടെയൊക്കെയോ പെട്ടുപോയി. 8 കാലി വലയിൽ വീണ പ്രാണി പോലെ പെട്ടുപോയി. അടുത്തത്, അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത്. ഈ മനുഷ്യൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടപ്പോൾ അവൻ്റെ തുണി വരെ കട്ടോണ്ട് പോയി, വസ്ത്രം വരെ അവർ കൊണ്ടുപോയി. കള്ളന്മാര് കയ്യിലുള്ളത് കൊണ്ടുപോയി, പണം കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി, വസ്ത്രം അടക്കം കീറിക്കൊണ്ടുപോയി. അവനെ പ്രഹരിച്ച്, അടി കൊടുത്ത്, ഉപദ്രവിച്ച്, ദേഹോപദ്രവമേപ്പിച്ച്, ചാതച്ചിട്ട്, ഇഞ്ചപ്പരുവാക്കിയിട്ട്, അർദ്ധപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഇപ്പോൾ ആ വ്യക്തി ആകെ സ്വന്തമായിട്ടുള്ള ഒരു അടിവസ്ത്രം മാത്രമേ ഉള്ളൂ എന്നാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ വ്യക്തിക്ക് ദേഹത്തിൻ്റെ മേലൊരു വസ്ത്രം ഉണ്ടായിരുന്നു, അതല്ല ഈ കള്ളന്മാർ കൊണ്ടുപോയി അടിച്ച് ഇടിച്ച് ചതച്ച് വഴിയുടെ സൈഡിലേക്ക് തള്ളിയിട്ടേച്ച് പോയി. അർദ്ധപ്രാണനായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ വ്യക്തി കിടക്കുന്നത് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ. ഇപ്പോൾ ആ വ്യക്തിക്കൊരു അടിവസ്ത്രം മാത്രമേ ഉള്ളൂ, തകർന്നു കിടക്കുക. ഇദ്ദേഹം കിടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്കൂടെ ഒരു പള്ളിയിലച്ഛനും പോയി, ഒരു കപ്പ്യാരും പോയി എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് വായിച്ചേ. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. ഒരു പള്ളിയിലെ അച്ഛൻ അതിലെ അങ്ങ് പോയി. അവനെ കണ്ട് മറുവശത്ത് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. പള്ളിയിലെ അച്ഛനാണെങ്കിലും കണ്ടു, പക്ഷെ കാണാത്ത പോലെ പുള്ളി വേഗം പോയി. നമ്മളെ പലരും നമ്മുടെ അവസ്ഥ കണ്ടിട്ട് പോയത് അങ്ങനാണ്. നമ്മുടെ അവസ്ഥ കണ്ടിട്ട് പള്ളിയിലച്ഛനും പോയത് അങ്ങനെയാണ്, നമ്മുടെ കുടുംബക്കാരും പോയത് അങ്ങനെയാണ്, നമ്മുടെ സുഹൃത്തുക്കൾ പോയത് അങ്ങനെയാണ്. വലിയ വർത്താനം പറഞ്ഞവരൊക്കെ നമ്മളെ കണ്ടേച്ച് വേഗം തല തിരിച്ചു വേഗം പോയി, മൈൻഡ് ചെയ്തില്ല. ഏറ്റവും വലിയ വേദന ഏതാന്ന് പറയട്ടെ, കണ്ടു പക്ഷെ കാണാത്ത പോലെ അങ്ങ് കടന്നു പോകും ചിലര്. നമുക്കത് ശരിക്കും പിടികിട്ടും, പുള്ളി എന്നെ ബസ്സിൽ നിന്ന് കണ്ടതാന്ന് എനിക്കറിയാം, പക്ഷെ പുള്ളി കാണാത്ത പോലെ അഭിനയിച്ചങ്ങ് പോയി. സാമ്പത്തിക കുറവ് കൊണ്ട്, നല്ല വസ്ത്രമില്ലാത്തതുകൊണ്ട്, നല്ല ഭംഗിയില്ലാത്തതുകൊണ്ട്, അവരുടെ ഒപ്പം നിൽക്കാൻ അത്രയും പദവി ഇല്ലാത്തതുകൊണ്ട് കണ്ടു പക്ഷെ മൈൻഡ് ചെയ്തില്ല, കാണാത്ത പോലെ പോയി. ഇങ്ങനെയൊക്കെ ചില വേദനകൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടാകും. നിങ്ങൾക്കും ഉണ്ടാവും പാടാൻ ഒരു ഉത്തമ ഗീതം, കേട്ടോ? അത് പറയാൻ പോവാണ്, ആ പാട്ടിലൂടെ ഇന്ന് പ്രസംഗിക്കാൻ പോവാണ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളിയിലെ അച്ഛൻ പോയി, അടുത്തത് ആ പള്ളിയിലെ കപ്പ്യാർ അതിലെ പോയി. അതുപോലെ തന്നെ ഒരു ലേവായനും, ആ പള്ളിയെ സഹായിക്കുന്ന ലേവായനും അവിടെ വന്നപ്പോൾ അടുത്ത വാക്യം ശ്രദ്ധിച്ചോ, അവനെ കണ്ടെങ്കിലും കണ്ടു എങ്കിലും കാണാത്ത പോലെ പുള്ളി സ്ഥലം വിട്ടു. ആരൊക്കെ നിങ്ങളെ കണ്ടിട്ടും കാണാത്ത പോലെ പോയാലും യേശു മാത്രം കണ്ടാൽ അത് മതി, നീ രക്ഷപ്പെടാൻ. കാണേണ്ടവൻ നിന്നെ കണ്ടാൽ നിന്റെ സ്ഥിതി മാറിയിരിക്കും. വിശ്വസിക്കുന്നു. ദൈവം എന്നെ കണ്ടത് കൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെ എവിടെയെങ്കിലും കിടന്നേനെ, ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ടാ ഇവിടെ ഇരിക്കുന്നത്. ഒരാൾ പറഞ്ഞു, ഞാൻ ഈ വെള്ളിയാഴ്ച ഇവിടെ വന്നില്ലായിരുന്നു, ഞാൻ ആ കള്ളുഷാപ്പിലായിരുന്നു ഇരിക്കേണ്ടത്. ഞാൻ അവിടെ ആ ബാറിലും കള്ളുഷാപ്പിന് ചുറ്റുവാ. ഇവിടെ വന്നില്ലായിരുന്നു, ഇതേ 11 മണിക്കും 12 മണിക്കും ഞാൻ ബാറിൻ്റെ വട്ടത്തിലും ബീവറേജിൻ്റെ അടുത്തും കള്ളുഷാപ്പിൻ്റെ സൈഡിലൊക്കെ എൻ്റെ ഇരിപ്പും നടപ്പുമൊക്കെ, അതിലേക്കൂടെ ഒക്കെ ഞാനിങ്ങനെ വട്ടം നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇന്ന് വന്നുകൊണ്ട് ഇവിടെ വന്ന് എൻ്റെ ഭാര്യ വിളിച്ചിട്ടാണ് വന്നതെന്ന്. നിങ്ങൾ ചിലരിവിടെ വന്നത് ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ടാണ്. ഹല്ലേലൂയ. കണ്ടിട്ട് കാണാത്ത പോലെ പോകത്തില്ല. ആ ദൈവത്തിന്റെ പേരാണ് നല്ല സമറിയാൻ. ആ സമറിയാന്റെ പേരാണ് യേശു ക്രിസ്തു. അടുത്ത വാക്യം വായിക്കുകയാണ്. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത്. വായിച്ചു വേഗത്തിൽ പോകല്. ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ പോകുന്ന വഴി അവൻ കിടന്ന സ്ഥലത്ത്. അതാണ് അതിനകത്ത് ഏറ്റവും നല്ലൊരു വാക്കാണ്. എവിടെയാ വന്നത്? അവൻ കിടന്ന സ്ഥലത്ത്. അവൻ കിടന്നത് എവിടെയാ? കുഴിയിലായിരിക്കും. അവൻ കിടന്നത് കുപ്പയിലായിരിക്കും.
അവൻ കിടക്കുന്നത് കടബാധ്യതയിലായിരിക്കും, അവൻ കിടക്കുന്നത് വാടക വീട്ടിലായിരിക്കും, അവൻ കിടക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും, അവൻ ഇരിക്കുന്നത് വീൽ ചെയറിലായിരിക്കും, അവൻ ഇരിക്കുന്നത് പൊട്ടിത്തകർന്നൊരു മനസ്സോടെ ആയിരിക്കും, അവൻ ഇരിക്കുന്നത് ഡിപ്രഷനിലായിരിക്കും. പക്ഷെ നീ കിടക്കുന്ന സ്ഥലത്ത് ഒരാൾ വരും. ആമേൻ. നീ കിടക്കുന്ന സ്ഥലത്ത് സമറിയാക്കാരൻ വരും, യേശു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അതാണ് നമ്മുടെ ജീവിതമൊക്കെ മാറാൻ കാരണമാകുന്നത്. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോ വലിയൊരു പാപിയായിരിക്കുന്നൊരവസ്ഥയാണോ? നീ ആയിരിക്കുന്ന സ്ഥലത്ത് ആരും വന്നില്ലേലും യേശു വരും. ആമേൻ. യേശു നിന്റെ ഭവനത്തിനകത്ത് വരും, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് വരും. ആമേൻ. യേശു വന്നു. എവിടെ വന്നു? അവൻ കിടന്ന സ്ഥലത്ത്, അവൻ ആയിരിക്കുന്ന സ്ഥലത്ത്. റോട്ടിൽ നിന്നേച്ച് എന്നാ പറ്റിയതാ എന്ന് ചോദിച്ചിട്ടല്ല പോയത്. ആ റോട്ടിൽ നിന്ന് ഇറങ്ങി അവൻ കിടന്ന സ്ഥലത്ത് വന്നു. ആമേൻ. അവന്റെ അവസ്ഥ കണ്ടിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുന്നു. അവനെ കണ്ടു. ആമേൻ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കാണേണ്ട ഒരാൾ നമ്മളെ കണ്ടാ മതി ചരിത്രം മാറാൻ, ജീവിതം മാറാൻ, ശുശ്രൂഷ മാറാൻ, എല്ലാം മാറാൻ കാണേണ്ട ഒരാൾ കണ്ടാ മതി. നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവം എൻ്റെ മനസ്സിനകത്തുനിന്ന് അവിശ്വാസവും സംശയവും ഞാൻ എടുത്ത് ദൂരെ കളയുന്നു. എന്നെ ദൈവം കണ്ടോണ്ടാ ഈ വചനം ഞാൻ ഇന്ന് കേൾക്കുന്നു. എന്നെ ദൈവം കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് എന്ത് ചെയ്തു? മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച്. ഇത് ഏതു പാത്രത്തിൽ ആരുടെ കയ്യിൽ ഇരുന്നതാ? ഇത് വീണ് കിടന്ന അർദ്ധപ്രാണനായി അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് താഴെ കിടക്കുന്ന ആളുടെ കയ്യിൽ കുപ്പിക്കകത്തുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞുവാണോ? അല്ല. യാത്രാമധ്യേ വന്ന ആളുടെ ബാഗിനകത്ത് രണ്ട് പാത്രത്തിൽ എണ്ണയും വീഞ്ഞും ഉണ്ടായിരുന്നു. അതെടുത്തോണ്ട് വന്നിട്ട് എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അവന്റെ മുറിവിലൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ, ഇങ്ങനെ വിശ്വസിക്കട്ടെ, ആ പാത്രത്തിൽ, ആ ബാഗിനകത്തിരുന്ന ആ 2 പാത്രത്തിലെയും എണ്ണയും വീഞ്ഞും എന്റെ ദേഹത്തേക്ക് പകരാൻ മനസ്സ് കാണിച്ചല്ലോ. അത് മതി ഞാൻ രക്ഷപ്പെടാൻ. അതാ ഞാനിവിടെ നിൽക്കുന്നത്. ആ പാത്രത്തിൽ ആയിരിക്കുന്ന എണ്ണയും വീഞ്ഞും ഇങ്ങോട്ട് പകരാൻ ഒരു മനസ്സ് വേണ്ടേ? പാത്രത്തിലുണ്ടായ ചിലർ പറയില്ല, ഇതെനിക്ക് തികയത്തില്ല, ഇതെനിക്ക് ആവശ്യമുള്ള വീട്ടിൽ കൊണ്ട് ഒരാൾക്ക് കൊടുക്കേണ്ടതാന്ന് പറഞ്ഞ് അടച്ചോണ്ട് കുറച്ചുകൂടെ മുറുക്കി അടച്ചോണ്ട് പോയെന്നല്ല, അതിൻ്റെ അടപ്പ് തുറന്നു. നിങ്ങളുടെ മേൽ എണ്ണയും വീഞ്ഞും പകരുന്ന സമയമാകട്ടോ ഇത്. എണ്ണയും വീഞ്ഞും എന്ന് പറഞ്ഞാൽ വേറൊരു പാത്രത്തിൽ ഇരുന്നതിനെ അതിൻ്റെ അടപ്പ് തുറന്ന് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേൽ പകരുന്ന, ജീവിതത്തിൻ്റെ മേൽ പകരുന്ന, കുടുംബത്തിൻ്റെ മേൽ പകരുന്ന, നിയോഗത്തിൻ്റെ മേൽ പകരുന്ന ഒരു അപൂർവ മനോഹരമായ ചില സമയമാണ്. ചുമ്മാതൊന്നും ഒന്നും നടക്കുന്ന, ചുമ്മാതൊന്നും എന്തൊക്കെയോ പ്രാർത്ഥിച്ചു പോകുന്ന സ്ഥലമല്ല. എണ്ണയും വീഞ്ഞും, എണ്ണ സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, വീഞ്ഞ് സൂചിപ്പിക്കുന്നത് ദൈവികമായൊരു അനുഗ്രഹത്തെയാണ്. ഇന്ന് ദൈവം നിനക്ക് ചില നന്മകൾ ആ പാത്രത്തിൽ നിന്ന് എടുത്തു തരുന്നൊരു സമയമാണ്. ഒന്നൊരു നിമിഷം കണ്ണുകളടച്ചേ. ദൈവമേ, ആ പാത്രത്തിലിരിക്കുന്ന എണ്ണയ്ക്കും വീഞ്ഞിനും ഞാൻ ഒരു യോഗ്യനും അല്ല. ഞാൻ ആ കുപ്പേ കിടന്നവനാണ്, പൊട്ടിപ്പോയവനാണ്. എൻ്റെ മനസ്സ്, എൻ്റെ പുറമേ ഒന്നും നോക്കണ്ട, മനസ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാണ്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് അലഞ്ഞിട്ടുണ്ട്, സകലതും നഷ്ടപ്പെട്ടു പോയവനാ ഞാൻ. പക്ഷേ ദൈവമേ, ആ പാത്രത്തിൽ എത്തിയിരിക്കുന്ന ആ എണ്ണയും വീഞ്ഞും ഇന്ന് എൻ്റെ കുടുംബത്തിലേക്ക് പകരാൻ നീ മനസ്സ് കാണിച്ചതിന് ഒരു യോഗ്യതയുമില്ല, ഒരർഹതയുമില്ല. ഹല്ലേലൂയ. സത്യമല്ലേ? ദൈവത്തിന്റെ കരങ്ങളിലുള്ളതിനെ ഇന്ന് എൻ്റെ മേൽ പകരുന്ന സമയമായിട്ടൊന്ന് കരുതിക്കേ. എനിക്കറിയാം, കാലൊന്നും നീട്ടിവെക്കാൻ സ്ഥലമില്ല, എഴുന്നേക്കാൻ സ്ഥലമില്ല, എന്തോ ഒരു തിരക്കായുടെ സാരമില്ല. 1 മിനിറ്റ് നിനക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാൻ പറ്റിയില്ലേ? ഇതൊരു ഭാഗ്യമാണ്. ഇവിടെ വരാൻ ഒരു ഭാഗ്യം ലഭിച്ചില്ലേ? ഇവിടെ വരാനുള്ള ഒരു ആരോഗ്യം ദൈവം തന്നില്ലേ? ആയുസ് ദൈവം തന്നില്ലേ? ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ആ എണ്ണയും വീഞ്ഞും
ഇന്ന് എൻ്റെ കുടുംബത്തിലേക്ക് പകരുമ്പോഴാ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ചില അത്ഭുതങ്ങൾ കയറി വരുന്നത്, ചില നന്മകൾ കയറി വരുന്നത്, ചില ബന്ധനങ്ങൾ മാറുന്നത്, ചില തടസ്സങ്ങൾ മാറുന്നത്. എനിക്കത് മതി, എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എന്റെ ഹൃദയത്തെ തൊടുവാൻ, എന്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ താലോടുവാൻ യേശുവേ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇതുപോലെ ഇത്രയേറെ ആനന്ദം ജീവിതത്തിനേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദര യേശു. ഒന്ന് കരങ്ങളെ ഇരുന്നു കൊണ്ട് തന്നെ സാധ്യമായിടത്തോളം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, നിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന എണ്ണയും വീഞ്ഞും, നിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന അനുഗ്രഹം, ആ വിടുതൽ ഇന്ന് പാപിയായ കുറവുള്ള തകർന്നുപോയ എന്റെ ജീവിതത്തിലേക്ക് അല്ല, എന്റെ കുടുംബത്തിലേക്ക് അങ്ങ് പകരുന്നതിനെ ഓർത്ത്, നൽകുന്നതിനെ ഓർത്ത്, മടി കാണിക്കാതെ അത് പകരുന്നതിനെ ഓർത്ത് ഒരു നിമിഷം ശ്രദ്ധിക്കാമോ? ഇനി അടുത്ത വാക്യമാണ് വായിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചേ. തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി. അത് ഭയങ്കര ഒരു ചിന്തിച്ചിട്ടേ പോകാവുള്ളൂ. എവിടെ കയറ്റി? അദ്ദേഹം വന്ന വണ്ടിക്കകത്ത് കയറ്റിന്ന്. അന്നത്തെ വാഹനം തന്റെ കഴുതയുടെ, അദ്ദേഹം വന്ന വണ്ടിയാണ്, അന്നത്തെ കാലത്തെ വണ്ടിയാണ്, വണ്ടിയെ കയറ്റി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ നിലത്ത് പകുതി ജീവനായിട്ട് കിടക്കുന്ന ഒരാളുണ്ട്. ആ വ്യക്തിയുടെ ശരീരത്തിനകത്ത് എവിടെയൊക്കെയാ മുറിവെന്ന് ഇപ്പോൾ ആർക്കറിയാം? ഈ സമറിയാക്കാരനറിയാം. ഇവൻ്റെ ശരീരത്തെ എവിടെയൊക്കെയാ തൊലി പോയത്, എവിടെയൊക്കെയാ പൊട്ടിയിരിക്കുന്നത്, എവിടെയൊക്കെയാ ചതഞ്ഞിരിക്കുന്നതെന്ന് ഇപ്പോൾ ആർക്കറിയാം? വഴി നിന്ന് നോക്കിയിട്ട് കടന്നുപോയ പുരോഹിതന് ഒന്നും അറിയത്തില്ല. അതിലെ പോയ ലേവായൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ആ റോട്ടിൽ നിന്ന് താഴെ ഇറങ്ങി ആ സമറിയാക്കാരൻ കടന്ന് സ്ഥലത്ത് വന്നപ്പോൾ കണ്ടു അവൻ്റെ ശരീരത്തെ എവിടെയൊക്കെയാ വേദനയുള്ളത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ചായിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിനകത്ത് എവിടെയാ വേദനിക്കുന്നതെന്ന് ഇവിടെ ഈ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന എനിക്കറിയില്ലെങ്കിലും എന്നെയും നിങ്ങളെ കാണുന്ന ദൈവത്തിനറിയാം. എവിടെയാ നിങ്ങൾ വേദനിക്കുന്നത്, എവിടെയാ നിങ്ങൾക്ക് മുറിവുള്ളത്, എവിടെയാ നിങ്ങൾ കരയുന്നത്. റോട്ടിലൂടെ പോയ പുരോഹിതന് ഒന്നും അറിയില്ല, ആ ലേവായന് ഒരു ചുക്കും അറിയത്തില്ല. പക്ഷേ സമറിയാക്കാരനറിയാം നിന്റെ കയ്യിൽ എവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന്, എവിടെയൊക്കെ നീര് വന്നിട്ടുണ്ടെന്ന്, എവിടെയൊക്കെ അടികിട്ട് ചതഞ്ഞ് കരിനീലയായിട്ട് കിടപ്പുണ്ടെന്ന് ഇപ്പൊ സമറിയാക്കാരനറിയാം. ആ സമറിയാക്കാരൻ ആ വേദനയുള്ള ആ മനുഷ്യനെ എടുത്തിപ്പോൾ എവിടെ കയറ്റിയെന്നറിയാവോ? ഒറ്റയ്ക്ക് ഒരു ഹെൽപ്പിനാളില്ല, എടുത്ത് ആ കഴുതയുടെ പുറത്ത് വച്ചു കയറ്റിയിരുത്തി. നമ്മളെയൊക്കെ ഒരു നല്ല സ്ഥലത്ത് ദൈവം കയറ്റിയിരുത്തും കേട്ടോ. ഇന്ന് ചതഞ്ഞിരിക്കുക, ഇന്ന് ദേഹം മുഴുവൻ വേദനയാണ്, മനസ്സ് മുഴുവൻ വേദനയാണ്. ആര് പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് ദൈവം അനുവദിക്കുന്ന ഒരു നല്ല സ്ഥാനത്ത് നാളെ കയറിയിരിക്കുന്നത് കാണാൻ പറ്റും? ആ കഴുതയുടെ പുറത്തോട്ട് കയറ്റി വെച്ചതുപോലെ ചില നന്മകളിലേക്ക് നമ്മളെ ദൈവം കയറ്റും. ആ വാക്കൊന്ന് സനുവ് വായിച്ചേ, എന്താ എഴുതിയിരിക്കുക ശരിക്കും ഒന്ന് വായിച്ചേ. തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി. എന്നിട്ട് പുള്ളി താഴെ നിന്ന് കാണുവോ പുറകിൽ ഇരുന്ന് കാണുവോ മോട്ടോർ സൈക്കിളിൽ ഇരിക്കുന്നത് പോലെ അത് എഴുതിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഭാവനയിൽ കണ്ടു നോക്ക്, ഒരു മനുഷ്യനെ ഇത് ഒന്നാമത് ഇയാൾക്ക് വയ്യ, ദേഹം മുഴുവൻ പരിക്കും, രക്തം വാർന്ന് മുറിവൊക്കെ ഉണ്ട്, അതാ വച്ച് കെട്ടിയെന്ന് എഴുതിയത്. എൻ്റെ ഭാവനയിലുള്ള കാര്യം പറയാം.
ഒന്നെങ്കിൽ ഈ മനുഷ്യൻ അദ്ദേഹത്തെ മുന്നിലിരുത്തിയിട്ട് അദ്ദേഹം ഈ കഴുതയുടെ പുറത്തും താഴെ വീഴാതിരിക്കാൻ പുറകിൽ നിന്ന് വട്ടം പിടിച്ചു കാണും. ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ അദ്ദേഹം ഈ സമറിയാക്കാരൻ താഴത്തൂടെ നടന്നിട്ട് ഈ മനുഷ്യൻ വീഴാതെ ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഇങ്ങനെ പിടിച്ചോണ്ട് റോട്ടിൽ കൂടെ പോയി കാണും. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ധൈര്യം. ഇടയ്ക്ക് വച്ച് ഉപേക്ഷിക്കത്തില്ല. എത്തേണ്ടിടത്ത് എത്തിക്കുന്നത് വരെ ഒന്നെങ്കിൽ പുറകിൽ കാണും, അല്ലെങ്കിൽ താഴെ കാണും. ഒരു നോട്ടവും കരുതലും ഉണ്ട്. ഇവിടെ ഒരാളുടെ കൈവപ്പ് കിട്ടിയില്ല, കൗൺസിലിംഗ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിച്ച് പോവല്. ആ കൈവപ്പിനേക്കാൾ നല്ല ഒരു കരുതലും ഒരു കൈവപ്പും നിന്റെ കൂടെ ഉണ്ടെന്ന്. ഇവിടെയുള്ള ഒരു സാധാരണക്കാരന്റെയും കൈവപ്പ് കൊണ്ടല്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുക. ഞാനിത് കുറേ നേരം ചിന്തിച്ചു, എങ്ങനായിരിക്കും ഹോസ്പിറ്റലിൽ വരെ പോയത്? കഴുതയുടെ പുറത്ത് കയറ്റിയിട്ടാണ്. അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. അല്ല, വേറൊരു കഴുതയെ വാടകയ്ക്ക് വിളിച്ചിട്ടല്ലേ കൊണ്ടുപോകേണ്ടത്? നമ്മളാണ് പറയുക ടാക്സി വിളിച്ച് വിട്, ഒരു വണ്ടി വിളിക്ക്, ഒരു എന്തെങ്കിലും സൗകര്യത്തിന് ഒരു ടാക്സി ഒരാളെ വിളിക്ക്. ഒന്നും വിളിച്ചില്ല. ഇദ്ദേഹം ആ മനുഷ്യനെ കഴുതയുടെ ആ വേദനയുള്ള ശരീരത്ത് പൊട്ടലുള്ള മുറിവേറ്റ തകർന്നു പോയ എവിടെയോ കിടന്ന ആ വ്യക്തിയെ എടുത്ത് കഴുതയുടെ പുറത്ത് കയറ്റിയതുപോലെ ദൈവം നമ്മളെ കരുതുന്നോണ്ടല്ലേ സഹോദരി നമ്മളൊക്കെ തകർന്നു പോകേണ്ട സ്ഥലത്തൊക്കെ പിടിച്ചു നിന്നത്? ഒരിക്കലും ധ്യാനിക്കാതെ പോവല്ലേ. വേറൊന്നും കിട്ടിയില്ലേലും വിഷമിച്ചും ഇവിടെ ഒന്നും സിസ്റ്റമാറ്റിക് അല്ല, ഇവിടെ ഒന്നും ഓർഡർ അല്ലെന്നും പറഞ്ഞ് പോകല്ലേ. ഈ ഒരൊറ്റ വചനം മതി, നീ രക്ഷപ്പെടുന്നു. ഈ ഒരൊറ്റ വചനം മതി, നിന്റെ കണ്ണുനീരൊക്കെ മാറാൻ. പിന്നീട് നീ കരയുന്നത് ദൈവം എന്നെ സ്നേഹിച്ച ആ വഴികളോർത്ത് നീ ചിലപ്പോ അല്ലാതെ എന്റെ അവസ്ഥയോർത്ത് കരയത്തില്ല. എനിക്കിനകത്തൊരു വാക്കുണ്ട്, ഈ നിലത്ത് കിടന്നവൻ ആ വ്യക്തിയുടെ അവസ്ഥയെ ഓർത്ത് പിന്നീട് കരയേണ്ടി വന്നിട്ടില്ല. സമറിയാക്കാരൻ യേശുവാണ്. ആ ദൈവം നിന്നെ ഇന്ന് കയറ്റി നിർത്തുന്നത് ഒരു കഴുതയുടെ പുറത്തായിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു നല്ലൊരു അനുഗ്രഹത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു നല്ല മാനസാന്തരത്തിലേക്കായിരിക്കും. എന്തായാലും കുറച്ചുകൂടെ നല്ലതിലേക്ക് ആ ദൈവം കയറ്റാൻ ഉദ്ദേശിക്കുന്നു. നീ കാണുന്നുവോ ആ സമറിയാക്കാരന്റെ ആ കാൽ പെരുമാറ്റം നിന്റെ അടുത്തുകൂടെ വരുന്നത്? ആ കൈകൾ നിനക്ക് വേണ്ടി നീളുന്നത്? സമറിയാക്കാരന്റെ ബാഗിലുള്ള 2 കുപ്പിയുടെ അടപ്പ് തുറന്ന് അതിലുള്ള എണ്ണയും വീഞ്ഞും യോഗ്യതയില്ലാത്ത അർഹതയില്ലാത്ത നിന്റെ ജീവിതത്തിലേക്ക് പകരുന്നതിനെ പറ്റി 1 മിനിറ്റ് നീ ധ്യാനിച്ചാൽ ഈ പുസ്തകം നിലത്ത് വയ്ക്കത്തില്ല, ഈ പുസ്തകം താഴെയിട്ട് പോകത്തില്ല. ഇത് ചുമന്നുകൊണ്ട് നടക്കും, ഇത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. എനിക്കൊരു ഉത്തമഗീതം എനിക്ക് യേശുവിനോട് പറയാനുണ്ട്, എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. വേറെ ആരോടും പാടാനില്ല, വേറെ ആരോടും ഞാൻ പറയാനുമില്ല. ചിലപ്പോൾ അവർ പരിഹസിക്കും, പക്ഷെ എനിക്ക് നിന്നോട് പറയാനുണ്ട്, പാടാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്റെ സാക്ഷ്യമാണ്. എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീപ്പൂ പോലെ മൃദുലം. സമറിയാക്കാരൻ ചിലപ്പോൾ ആ നിലത്തു കിടന്ന ആള് ആ സമറിയാക്കാരനോട് പറഞ്ഞിട്ടുണ്ടാവും, നീ കൂടെ എന്നെ തള്ളിക്കളഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകുമായിരുന്നു. എന്നെ ഇതിനു മുമ്പ് ഒരു പുരോഹിതൻ കണ്ടതാ, പുള്ളി മൈൻഡ് ചെയ്തില്ല. ഒരു ലേവായനാന്ന് തോന്നുന്നു ഒരാൾ ഇതിലെ പോയായിരുന്നു, എന്നെ മൈൻഡ് ചെയ്തില്ല. നീയും കൂടെ കാണാതെ പോയായിരുന്നെങ്കിൽ രക്തം വാർന്ന് മരവിച്ചൊരു മനുഷ്യനെ പോലെ ഞാൻ റോഡരകി ചീഞ്ഞു പോയനെ. എന്നെ നീ കണ്ടതാണ്,
ആ വീഞ്ഞു എണ്ണയും പകർന്നതാണ്. ഹല്ലേലൂയ. എന്നെ ആ കഴുതയുടെ പുറത്തോട്ട് കയറ്റി നിർത്തിയിട്ട് വീണു പോകാതെ കരുതിയതാണ്. അതാ പറഞ്ഞത്. ഇതൊക്കെ ശരിക്കും അറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങും. സത്യത്തിൽ ദൈവത്തോട് സ്നേഹിക്കാൻ തുടങ്ങും. ഇതൊരു സ്റ്റോറിയല്ല, ഇതെന്റെ ജീവിതമാണ്. എന്റെ അനുഭവമാണ് എഴുതിയിരിക്കുന്നത്. എന്റെ അനുഭവമാണ് പറഞ്ഞത്. കിടക്കുന്നത്, ഇന്ന് കിടക്കുന്നത് കുപ്പത്തൊട്ടിയിലാണേലും മാണിക്യവാക്കാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. ഇനി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വന്ന, ദൈവത്തെ ആരാധിക്കാൻ വന്ന എല്ലാവരോടും പറയട്ടെ. ഒരു അമ്മ തൻ്റെ കൊച്ചിനെ നോക്കിയിട്ട് പറയുവാണ്, ഞാൻ എൻ്റെ കൊച്ചിനു വേണ്ടി എനിക്ക് അധികം പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല, അവൻ ബെസ്റ്റാണ്. ബെസ്റ്റാണ് ആയിക്കോട്ടെ, വളരെ നല്ല കാര്യം. ബെസ്റ്റാണ്. എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ബെസ്റ്റാണല്ലോ. ബെസ്റ്റായ പോരാ, ബ്ലസ്സഡ് ആകണം. ബെസ്റ്റും വേണം, ആള് ബ്ലസ്സഡ് ആകണം. ആ പഠിക്കാൻ മിടുക്കനാ, നല്ല സ്വഭാവമാ, ബെസ്റ്റാണ്, സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ് ആണ്, ടീച്ചർമാർക്ക് ഭയങ്കര അഭിപ്രായമാണ്, ബെസ്റ്റാണ്. നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ആ കുഞ്ഞ് ബ്ലസ്സഡ് ആകണം, ബ്ലസ്സഡ് ആകണം, ഏറ്റവും നല്ലതും ആകണം, അനുഗ്രഹിക്കപ്പെട്ട ഒരാളും കൂടി. ഹല്ലേലൂയ. അത് ദൈവം നിന്നെ കാണുമ്പോൾ നിങ്ങൾ ബെസ്റ്റ് ആകും, പ്ലസ് ബ്ലസ്സഡ് ആയി മാറും. ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് വരിക. അടുത്ത വാക്യം വായിക്കുക. ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത വാക്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചില്ല. ദൈവം എന്നെ പാതി വഴിക്കിട്ടിട്ട് പോകില്ല. ഭാര്യ പോലും ചിലപ്പോൾ അങ്ങനെ ചെയ്യും, ഭർത്താവ് അങ്ങനെ ചെയ്യും, മക്കൾ അങ്ങനെ ചെയ്തെന്നിരിക്കും, പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്തെന്നിരിക്കും, എൻ്റെ ബിസിനസ് പാർട്ട്ണർ അങ്ങനെ ചെയ്തെന്നിരിക്കും. പക്ഷെ ദൈവം നിന്നെ കണ്ടു, തൊട്ടു, സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയേലും ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകത്തില്ല. സത്രത്തിൽ കൊണ്ട് എത്തേണ്ടടുത്ത് നിന്നെ. ഞാൻ നിങ്ങളുടെ കൈകളിലോ ഇവിടെ എഴുതിയിരിക്കുന്ന നിയോഗത്തിലെ നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അങ്ങനെയാ, ദൈവമേ ഈ വ്യക്തി എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് വരെ ആ കരം കൂടെ നിൽക്കണേ. എത്തുന്നത് വരെ, നിങ്ങൾ ആ വീട് പണി കഴിയുന്നത് വരെ, നിങ്ങളുടെ കുഞ്ഞ് ആ പദവിയിൽ എത്തുന്നത് വരെ, ആ രോഗം സൗഖ്യമാകുന്നത് വരെ, ആ പ്രശ്നം മാറുന്നത് വരെ, ആ കുടുംബ പ്രശ്നം പരിഹരിക്കുന്നത് വരെ, ഞാൻ നേരെ നിൽക്കാൻ പറ്റുന്നത് വരെ എന്റെ ദൈവം കൂടെ നിൽക്കും. ഇതൊക്കെ ഓരോ പ്രാവശ്യമൊന്നും പറഞ്ഞാൽ പോരാ, കുറേ പ്രാവശ്യം പറയണം. നമ്മൾ അറിഞ്ഞ പലരും, നമ്മൾ കൂട്ടുകൂടിയ പലരും ചില സമയത്തൊക്കെ അവർ പോകും, അവരിട്ടിട്ട് പോകും. ദൈവം ഉണ്ടല്ലോ, പാതി വഴിക്ക് എന്നെയോ എൻ്റെ കുടുംബത്തെയോ ഉപേക്ഷിക്കത്തില്ല. നീ കൂടി എന്നെ പാതി വഴിക്ക് ഇട്ടിട്ട് പോയാൽ പിന്നെ ഞാനില്ല, എനിക്ക് ഒറ്റയ്ക്കൊന്നും ആകത്തില്ല, ഒറ്റയ്ക്ക് എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതമാണ് പറയുന്നത്. അടുത്ത കാര്യം, അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. നോക്കൂ, ഒരു മനുഷ്യനെ ദൈവം വീണ്ടും വന്ന് അവനെ സഹായിക്കുവാണ്. ഒരു സമറിയാക്കാരൻ അവനെ അവിടെ ആശുപത്രിയിലാക്കിയിട്ട് ഒറ്റ പോക്ക് പോയി, പിന്നെ ആളെ കണ്ടില്ലെന്നല്ല, പിറ്റേ ദിവസം വീണ്ടും വന്നു. നീ നല്ല നിലയിൽ എത്തുന്നത് വരെ ദൈവം നിന്നെ ഇങ്ങനെ സന്ദർശിച്ചു. ഞാനൊരു നല്ല നിലയിൽ എത്തുന്നത് വരെ ദൈവം എന്നെ ഇങ്ങനെ വളരെ കെയർഫുള്ളായി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഈ പ്രശ്നം മാറുന്നത് വരെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. പാതി വഴിക്ക് ദൈവം ഉപേക്ഷിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ അടുത്ത കാര്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവേ. ഒറ്റ കാര്യം ഇങ്ങനെയാണ്, ഞാനൊന്ന് സമയം കണക്കൂട്ടാൻ പോവാണ്. ഈ സമറിയാക്കാരൻ ഈ മുറിവേറ്റവന് വേണ്ടി എത്ര സമയം ചെലവഴിച്ചുവെന്ന് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും പറയില്ലേ, ഭയങ്കര തിരക്കാണ്, എനിക്ക് സമയമില്ല, കേൾക്കാൻ സമയമില്ല, വേഗത്തിൽ പറയാവോ, ഷോർട്ടായിട്ട് വേഗത്തിൽ പറ. ഈ മനുഷ്യന് വേണ്ടി, ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യന് വേണ്ടി, ഈ ഒന്നുമില്ല കയ്യിൽ, ഒരു 10 രൂപ പോലും ഇല്ലാത്തവൻ്റെ അവന് വേണ്ടി, ഒറ്റ ഒരാൾക്ക് വേണ്ടി ആ സമറിയാക്കാരൻ എത്ര സമയം ചെലവഴിച്ചോ അത്രേ സമയം നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ഈ ദൈവം ചെലവഴിക്കും. വിശ്വസിക്കുന്നു. രണ്ട് സമയം എടുക്ക്.
ആ വഴി കിടന്ന രക്തം വാർന്ന എവിടെയൊക്കെ മുറിവുണ്ടെന്ന് നാട്ടുകാർക്ക് ആർക്കും അറിയില്ലെങ്കിലും ആ സമറിയാക്കാരൻ അറിയാം. ഇവൻ്റെ കൈ പൊട്ടിയിട്ടുണ്ട്, മുട്ട് പൊട്ടിയിട്ടുണ്ട്, വിരൽ പൊട്ടിയിട്ടുണ്ട്, പുറത്തൊരു പൊട്ടലുണ്ട്, ഇവരടിച്ചതിൻ്റെ കുറച്ച് കരിവാളിച്ച പാട് കിടപ്പുണ്ട്. എല്ലാ വേദനയും കണ്ടു. എന്നിട്ടോ അതൊരുപാട് സമയം ആ മനുഷ്യൻ്റെ വിടുതലിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ചിലവഴിച്ചു. ആ ദൈവം ഇന്ന് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന സമയമാണ്. പിടിച്ചും കാലൊന്നും നൂർക്കാൻ പറ്റാഞ്ഞിട്ടും എഴുന്നേറ്റ് ആ പ്ലാവിന്റെ ചോട്ടിലേക്കും ആ റോട്ടിലെ കടയിലേക്കും ഒരു ചായ കുടിച്ചിരിക്കാഞ്ഞത് ദൈവം എനിക്ക് വേണ്ടി മാറ്റിവെച്ച സമയത്ത് ഞാൻ എങ്ങനെ കുതറി ഓടിപ്പോകും? എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്ന സമയം. ഒന്ന് കണ്ണുകളെ അടച്ചേ. ഈ സമറിയാക്കാരൻ അന്ന് ആ മനുഷ്യന് വേണ്ടി ചെയ്തതൊക്കെയും ഇന്ന് എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയും ചെയ്യും. വിശ്വസിക്കുന്നു. കുപ്പയിൽ കടന്ന നിന്നെ സമുദ്ധരിക്കാൻ, നിന്നെ ഉയർത്താൻ ദൈവത്തിന്റെ കരത്തിന്റെ താഴെ താഴ്മയോടെ നിൽക്ക്. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും, അനുഗ്രഹിച്ചു കൊണ്ടുവരും, സമുദ്ധരിക്കും. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളെ അടച്ചേ. എന്നിട്ട് ആ സമറിയാക്കാരൻ ആ സഹായിച്ച ആ വ്യക്തിയെ ഒന്ന് ഒരു മിനിറ്റ് ചിന്തിച്ചേ. അർദ്ധപ്രാണനായി നിലത്തൂടെ ഒരു ഇഴയുന്ന പോലെ ഒന്നും അനങ്ങാൻ പോലും പറ്റത്തില്ല. അടിച്ച് പരുവത്തിലാക്കി കളഞ്ഞു. വസ്ത്രം വരെ കൊണ്ടുപോയി. അവന് വേണ്ടി എത്ര സമയമാ മാറ്റിവെച്ചേ? അത്രേ സമയം ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവയ്ക്കും. നിന്റെ കുടുംബ പ്രശ്നം മാറാൻ ദൈവം ചില സമയങ്ങൾ നിന്റെ മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നത് വരെ ദൈവം ഇങ്ങനെ ഇടതും വലതും കൂടെ നിൽക്കും. ഒന്ന് വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് 4 ലൈൻ പാടാൻ പോവാ. അറിയാമെങ്കിൽ ഒന്ന് ചേർന്ന് പാടണം. എനിക്കൊരു ഉത്തമ ഗീതം പാടാനുണ്ട്, എനിക്കൊരു നല്ല പാട്ട് ദൈവത്തോട് പാടാനുണ്ട്, എനിക്കൊരു കഥ എഴുതി തരണമെന്നുണ്ട്, എനിക്കൊരു ലെറ്റർ ഒരു A4 സൈസിൽ എഴുതി തരട്ടെ ഞാൻ നിനക്ക്. എനിക്കൊരു പാട്ട് പാടണം, എനിക്ക് ദൈവത്തോടൊരു കഥ പറയണം. എൻ്റെ ജീവിതം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കുപ്പയിൽ കിടന്ന എൻ്റെ ജീവിതത്തെ ഉയർത്തിയ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് പാടാതിരിക്കാൻ പറ്റില്ല. ഒന്ന് 4 ലൈൻ പാടുകയാണ്. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്കുണ്ടാകും കേട്ടോ. എനിക്കൊരു ഉത്തമ ഗീതം ആരോട് പാടാൻ? എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പരിനീപ്പൂ പോലെ മൃദുലം. അടുത്ത വരികൾ ശ്രദ്ധിച്ചു പാടാമോ? എൻ്റെ ഹൃദയത്തെ തൊടാൻ, എൻ്റെ മുറിവിൽ തൊടാൻ, എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ താലോടുവാൻ, യേശുവേ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേക്കുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എന്ന് പറഞ്ഞ് 10,000 ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേശു. ആമേൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നു? ശരിക്കും പറഞ്ഞ ദൈവമേ ഇത് എൻ്റെ ജീവിതത്തെ നോക്കിയാ പറഞ്ഞെന്ന് ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ഒരിക്കലും എത്ര അവസ്ഥയിൽ തകർന്നു പോയാലും മനുഷ്യൻ ഉപേക്ഷിക്കും, കരിയാപ്പല പോലെ കളയും. പക്ഷെ ദൈവം കളയില്ല, എഴുതി തള്ളില്ല, ഉപേക്ഷിക്കില്ല. ഇതിനോട് ചേർത്ത് ആ വചനം പോകുന്നത് സാമുവേലിന്റെ പുസ്തകം
അഗതിയെ കുപ്പയിൽ നിന്ന്, ആ ചീഞ്ഞതിനകത്ത് കിടന്നെന്ന് സമുദ്ധരിച്ച് ഉയർത്തി. എന്തേരം ഉയർത്തി നോക്കിക്കേ. ഞാനിത് വായിച്ചപ്പോഴേ എൻ്റെ ലൈഫ് ഞാൻ കണ്ടത്, എൻ്റെ ജീവിതം ഞാൻ കണ്ടു. നിങ്ങളെക്കാൾ വേദനിക്കുന്ന ഒരു മനസ്സ് എനിക്കുണ്ട്. നിങ്ങളെക്കാൾ തകർന്ന ഒരു ഹൃദയം എനിക്കുണ്ട്. പറയാൻ പാകത്തിന് യോഗ്യതയോ മഹത്വമോ പ്രത്യേകതകളോ ഒന്നുമില്ല. പലരാലും എഴുതിത്തള്ളിയ ജീവിതം, ഉപേക്ഷിക്കപ്പെട്ട സമയം, നല്ല ഭക്ഷണമില്ലാത്ത, നല്ല ജീവിത രീതികളില്ലാത്ത, ഒരു താളം തെറ്റി പോലെ, കണ്ണാടിച്ചില്ല് പോലെ പൊട്ടിയ ഒരാൾക്ക് ഇങ്ങനെയൊരു കാർപ്പറ്റിൻ്റെ മുകളിൽ മയക്കും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. കണ്ണാടിച്ചില്ല് നിലത്തോട്ടിട്ടാൽ എത്ര പ്രാവശ്യം, എത്ര പീസായിട്ടത് പൊട്ടും. അതിനേക്കാൾ കൂടുതൽ പൊട്ടിയിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ തകർന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് സങ്കടം പറയാൻ വരുന്നവർ പോകുമ്പോൾ ഞാൻ ഓർക്കും, ഈ വ്യക്തിയേക്കാൾ കൂടുതൽ സങ്കടം എനിക്കാണല്ലോ, എൻ്റെ കാര്യത്തിനാണല്ലോ. ഈ വ്യക്തിയുടെയൊക്കെ പ്രശ്നം ചെറുതാണല്ലോ, നിസ്സാരമാണല്ലോ. കുപ്പയിലാ കിടക്കുന്നതിലും കരഞ്ഞോണ്ട് ഈ പള്ളിയിൽ നിന്ന് പോകല്ലേ. എത്ര തകർന്നിട്ടാ ഇവിടുന്ന് വന്നെങ്കിലും സങ്കടത്തോടെ പിറുപിറുത്തോണ്ട് ഈ മണ്ണിൽ നിന്ന് എവിടെ വണ്ടി സ്റ്റാർട്ടാക്കി പോകും. എന്തോ ഒരു നന്മ, ഒരെണ്ണയും വീഞ്ഞും ദൈവം ആ അടപ്പ് തുറന്ന് നമ്മുടെ തലയിൽ ഒഴിക്കും. വിശ്വസിക്കുന്നു. നാളുകളിൽ അത് തിരിച്ചറിയും. അല്ലെങ്കിൽ ആ മുറിവ് അവിടെ ഇരുന്ന് പഴുത്തേനെ. കൃത്യസമയത്ത് ആ എണ്ണയും വീഞ്ഞും ഒക്കെ ആ മുറിവിൽ വന്നോണ്ടാ ഇതൊക്കെ ഉണങ്ങി, ഇതൊക്കെ ശരിയാകാൻ തുടങ്ങിയ. കുറേ പേരുണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം? കുറേ പേരുണ്ട്, ഫോണിൽ ആയിരക്കണക്കിന് ബന്ധങ്ങളാ, എന്താ കാര്യം? പക്ഷെ ദൈവത്തോടുള്ള ഒറ്റ ബന്ധം മതി എല്ലാ കാര്യത്തിനും. 1000 പേര്, 1,00,000 പേര് കൂടെ നിൽക്കുന്നേക്കാ ബലമാ സർവശക്തനായ ദൈവം കൂടെയുള്ളത്. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ വാക്യം ഓർക്കും, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കും. അതിന് മുമ്പുള്ള വാക്യം എന്താണ് സനവ്? അതിന് മുമ്പുള്ള വാക്യം, എളിയവനെ, ദരിദ്രനെ ധൂളിയിൽ നിന്ന്, അല്ലേ, ദരിദ്രനെ പൊടിയിൽ നിന്ന് പൊടിയുന്നോ. ചിലര് നിങ്ങൾ പറയില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ് പൊടിയായച്ചോ, കടം കയറി ജപ്തി നോട്ടീസ് വന്ന് ഒട്ടിച്ചിരിക്കുക വീടിന്റെ ഭിത്തിയില്, പൊടിയായി. അവിടെ നിന്ന് ഉയർത്താൻ മക്കളായിട്ടായിരിക്കും, അത്. രക്ഷപ്പെട്ടു വന്നോണം, ഉഴപ്പി പോകരുത്, വഴിതെറ്റി പോകരുത്, തകർന്നു പോകരുത്, രക്ഷപ്പെട്ടു വന്നോണം. അതാ ഇതൊക്കെ കേൾപ്പിക്കുന്നത്. ദൈവവിചാരത്തോടെ ചെയ്താൽ വിജയിക്കും. ഏതു കുപ്പയെന്നും ഉയർന്നു വരും. കുപ്പയെ കിടന്ന് എനിക്ക് സത്യം ദൈവനാമത്തിൽ പറഞ്ഞാൽ 6 രാജ്യങ്ങളിൽ പോകാൻ ക്ഷണമുണ്ട്. 6 രാജ്യങ്ങളിൽ കുപ്പയെ കിടന്ന് എനിക്കോ, അപ്പുറത്തെ ചീഞ്ഞ തക്കാളിയുടെ കൂടെ കിടന്ന ആളാ, അപ്പുറത്ത് ആ മീന്തല എറിഞ്ഞു കളഞ്ഞ ഈച്ച പിടിക്കുന്ന സ്ഥലത്ത് ജീവിച്ച ആളാണ്. ഇയാളെ എന്തിനാ 6 രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത്? ഒരു വാക്ക് പറഞ്ഞാൽ, ഞാൻ വരാമെന്നൊരു വോയിസ് മെസ്സേജ് ഇട്ടാൽ അമേരിക്ക അടക്കം 6 രാജ്യത്ത് പോകാൻ ക്ഷണമുണ്ട്. വരാവോ, ഇവിടെ ശുശ്രൂഷ ചെയ്യാവോ? ഞാൻ ഓർക്കും, വലിയ കാറിൽ ഡോറ് തുറന്ന് എന്നെ കയറ്റിയിട്ടുണ്ട്. ഡോറ് തുറന്ന് ഇരിക്കുക, എൻ്റെ വീട്ടിൽ വരണം. അത് ഈ വചനമാ. ഏതെന്നറിയോ? ദൈവത്തിനറിയാൻ നിന്നെ എന്തേരം ഉയർത്താൻ. അഹങ്കരിക്കാതിരുന്നാൽ ആകാശത്തോളം ഉയർത്തും. വിശ്വസിക്കുന്നു. ദൈവത്തെ കളയാതിരുന്നാൽ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞ്, നിന്നെ ആകാശത്തുകൂടെ ആകാശത്തൂടെ, നീ ഇവിടുന്ന് കാറെ പോകുന്ന പോലെ ആകാശത്തൂടെ പോകുന്നു. ഉന്നതങ്ങളിൽ ദൈവം നിന്നെ യാത്ര ചെയ്യും. ഈ പുസ്തകത്തിനകത്തുണ്ട്, ഉന്നതങ്ങളിൽ നിന്നെ സവാരി ചെയ്യിപ്പിക്കും, യാത്ര ചെയ്യിപ്പിക്കുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഉന്നതങ്ങളിലെത്തും. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പറയാൻ പോവുക, ഇന്ന് പാടാൻ പോവുക, ഇന്ന് പ്രസംഗിച്ചതാ. പ്രിയപ്പെട്ടവരെ, അടുത്ത മാസം യോഗ പ്രാർത്ഥന നമ്മൾ ആരംഭിക്കും. 1 മുതൽ വലിയ അനുഗ്രഹമാണ്.
ഞാൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആളുകൾ ഓടി വരുന്നു. മൈക്കൊന്ന് വേണം, മൈക്ക് വേണം. എനിക്ക് എൻ്റെ ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു അനുഗ്രഹം പറയാനുണ്ട്. മൈക്ക് താ ബ്രദറെ, ആ മൈക്കിങ് താ. ഞാൻ പറയട്ടെ, ഒരു സ്ഥലത്തും പ്രസംഗിച്ച് ശീലമില്ലാത്തവർ പോലും എന്നാ വൃത്തിയായിട്ടാ പറയുന്നത്, എന്ത് നല്ല സാക്ഷ്യമാ പറയുന്നത്. ഇവിടെ നിൽക്കുന്ന ബ്രദറിനറിയാം സാക്ഷ്യം പറയാൻ ആളുകൾ ഒരു അവസരം. അപ്പോൾ അവിടെ നിന്ന് ആ വേറൊരാൾ പറയും, അടുത്ത ആഴ്ച ആട്ടെ, ഇപ്പൊ സമയം ഇത്ര ആയില്ലേ, എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഉത്തമ ഗീതം പാടാൻ പറ്റും. എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഉത്തമ ഗീതം, ഒരു ഉത്തമ ഗീതം. നമ്മളിപ്പോ പാടിയതിന്റെ അപ്പുറത്തെ സ്റ്റാൻസി ഒന്ന് പാടാമോ ജോണേ? മരുഭൂമി അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ എവിടെ മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു, ഓമനപ്പേ ചൊല്ലി എന്നെ മാർവോടടച്ചു. എന്റെ ഹൃദയത്തെ തോടുവാൻ, മുറിവിൽ താരോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. എത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള വരികളൊന്നും കൂടെ പാടിയേ. 10,000 ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. ഒന്ന് കണ്ണുകളടച്ച് സമറിയക്കാരൻ ബാഗ് തുറന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ബാഗിനകത്തുണ്ടായിരുന്ന ആ പാത്രത്തിന്റെ അടപ്പ് തുറന്നു, 2 അടപ്പ് തുറന്നു. എന്നിട്ട് അതിനകത്തുള്ള വീഞ്ഞും എണ്ണയും ഒരു യോഗ്യതയുമില്ലാത്ത വഴിയുടെ സൈഡിൽ കിടക്കുന്ന ആരോരുമില്ലാത്ത ഒരാളുടെ മേത്തേക്ക് ഒഴിച്ചെന്നെഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതൊരു തുണി കൊണ്ട് വച്ച് കെട്ടിയെന്ന്. പ്രിയരെ, അത് ഞാനും നിങ്ങളുമാണ്. ആ എണ്ണയും വീഞ്ഞും എൻ്റെ മേൽ പകരാൻ എന്നാ യോഗ്യതയുള്ള എനിക്ക്? അതിന് മാത്രം മഹത്വം എന്താ എനിക്കുള്ളത്? ഒന്നുമില്ല. യോഗ്യത നോക്കിയിട്ടല്ല കുഞ്ഞെ, യോഗ്യതയില്ല, സത്യമാണ്. അതിനുള്ള മഹത്വം ഒന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആ മനസ്സുണ്ടല്ലോ, ദൈവത്തിൻ്റെ മനസ്സ് നീ ധ്യാനിക്കാതെ പോകല്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, കണ്ണുകളടച്ച്. എനിക്കൊരു വാക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാ യുവാക്കളോടും, ജീവിതത്തിൽ എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ലല്ലോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ, വിസ റിജക്റ്റ് ആയല്ലോ, എനിക്കിനി ജോലി കിട്ടുമോ? ആ നിലത്ത് കിടന്നോനെ സഞ്ചരിക്കുന്ന മൃഗത്തിന്റെ കഴുതയുടെ പുറത്ത് കയറ്റിയിരുത്തി. അതൊന്ന് കണ്ണുകളടച്ച് കാണ്. അത്രയും ഭാരമുള്ള ഒരാളെ, മുറിവേറ്റ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആടിപ്പോകുന്ന ആളെ കഴുതയുടെ പുറത്ത് കയറ്റിയാൽ എടുത്തടിച്ച് താഴെ പോകില്ലേ? എൻ്റെ ഭാവനയിൽ കാണട്ടെ, മിക്കവാറും ഈ സമരിയക്കാരൻ മോട്ടോർ സൈക്കിളിൻ്റെ ഒക്കെ പുറകിൽ ഇരിക്കുന്നത് പോലെ പുറകിലിരുന്ന് കാണും. ഈ മനുഷ്യൻ ഈ സൈഡിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ. എന്നിട്ട് സത്രത്തിലെത്തുന്നത് വരെ കൊണ്ടുപോയൊരു കരുതലുണ്ട്. അല്ലാത്ത പക്ഷം ഈ സമറിയാക്കാരൻ ഈ മനുഷ്യനെ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് ആ സത്രത്തിലെത്തുവോളം ഒരു കൈ ഉയർത്തി താങ്ങിക്കൊണ്ട് അവിടം വരെയും പോയ ആ കാഴ്ച മാത്രം ചിന്തിച്ചാ മതി. നിനക്ക് അർഹിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ കരുതലുണ്ട് കേട്ടോ. അർഹിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ ഇവിടെയുള്ള ഒരു മനുഷ്യന്റെ കൈവപ്പ് കിട്ടിയില്ലേലും ദൈവത്തിന്റെ ഒറ്റ ആശീർവാദം മതി, ആ ഒരു കാഴ്ച തന്നെ മതി എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകാൻ. 2 കരങ്ങളും ഉയർത്താമോ? നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങട്ടെ, മനസ്സിനകത്തുള്ള വിഷമങ്ങൾ മാറട്ടെ, നിരാശ, ഡിപ്രഷൻ മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പതിനായിരത്തിൻ അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. ഒന്ന് പറഞ്ഞ് 10,000 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള. ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി പറഞ്ഞേ, 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത്. വഴി കൂടെ പോയ പുരോഹിതനെ ഒന്നും പിടികിട്ടിയിട്ടില്ല, വഴി കൂടെ പോയ ലേവായരെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അടുത്തു വന്ന് നിന്ന സമറിയക്കാരനുണ്ടല്ലോ, നിന്റെ ശരീരത്തിനകത്തെ മുറിവ് എവിടെയാന്നറിയാം, എവിടെയാ നീ വേദനിക്കുന്നറിയാം, എവിടെയാ നിനക്ക് ചതവ് പറ്റിയെന്നറിയാം. ആ സമറിയക്കാരൻ ഇന്ന് എന്റെ യേശുവാണ്, ഇന്ന് എന്റെ ദൈവമാണ്, ഇന്ന് എന്റെ ദൈവമാണ്. എന്നെ ദൈവം അനുഗ്രഹി, എന്നെ പാതി വഴിക്ക് ഉപേക്ഷിക്കത്തില്ല, എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ ദൈവകരം എന്റെ കൂടെ. 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. കുപ്പയിൽ കിടന്ന് നമുക്കൊക്കെ ഇത് പാടാൻ പറ്റും. 10,000 നിന്ന് 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. എനിക്കൊരു ഉത്തമഗീതം ആരോട്? എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എനിക്കൊരു ഉത്തമഗീതം പറയാനുണ്ട്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത്. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം ഒരുക്കിയ സ്ഥലമാണ്. This is a place of healing. Hallelujah. This is a place of deliverance. Amen. This is a place of healing. Hallelujah. ഇതൊരു അനുഗ്രഹത്തിന്റെ ഹീലിംഗിന്റെ വിടുതലിന് ദൈവം ഒരുക്കിയ പ്ലേസ് ആണ്, സ്ഥലമാണ്. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഞാനും എൻ്റെ വീട്ടിലുള്ളവരും ഇവിടെ വരും ഒരു സാക്ഷ്യം പറയാൻ. ഒരു കറു പോലെ കാത്തതിന്, ഒരു ഉദരത്തിൽ കുഞ്ഞുള്ള ഒരു ഗർഭിണി തന്റെ കുഞ്ഞിനെ കരുതുന്നത് പോലെ, ഈ തകർന്ന എന്നെ ഈ പൊട്ടി ചില്ല് പോലെ പിള്ളേരുപയോഗിക്കുന്ന സ്ലേറ്റ് പൊട്ടിയതുപോലെ പൊട്ടിയ എന്നെ ഒരു കറു പോലെ കാത്തീരേ നന്ദി. എന്നെ സീതയാമൽ എന്നെ തകർന്നു പോകാതെ സുമന്തീരേ നന്ദി. ഒരു കറു പോലെ കാത്തീരേ നന്ദി. എന്നെ സീതയാമൽ സുമന്തീരേ നന്ദി. ഒന്ന് പറയാമോ? ഒരു കറു പോലെ കാത്തീരേ നന്ദി. എന്നെ സീതയാമൽ സുമന്തീരേ നന്ദി. എബിനേശ്വരേ എബിനേശ്വരേ ഇന്നാൾ വരെ സുമന്തവരേ. എബിനേശ്വരേ എബിനേശ്വരേ എന്നിനവൈ ഇരുപ്പവരേ. നന്ദി നന്ദി നന്ദി. இதயத்தி சுமந்தீரே நன்றி 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 நன்றி. കറുപോലെ സുമന്തീരേ നന്ദി. രണ്ട് കരങ്ങളും ഒന്ന് ഹൃദയത്തോട് ചേർത്ത്. ഞാനും എൻ വീടും എൻ വീട്ടാരണൈവരും ഓയാമൽ നന്ദി സൊൽവോ. എന്താന്ന് പറയാ പാടിയത്? ഞാനും എൻ്റെ വീട്ടിലുള്ള ഒരു നന്ദി പറയാൻ ഇവിടെ വരുമെന്നാ പറഞ്ഞേ. ഞാനും എൻ വീടും എൻ വീട്ടാരണൈവരും ഓയാമൽ നന്ദി സൊൽവോ. നന്ദി പറയാൻ ഇവിടെ വരും, ഈ മണ്ണിൽ ചവിട്ടും. ഞാനും വരും, എൻ്റെ ജീവിത പങ്കാളി വരും, എൻ്റെ മക്കൾ വരും, ഒരു സാക്ഷ്യം പറയാൻ ഇവിടെ വരും, ഈ ആലയത്തിൽ വരും. ഞാനും എൻ വീടും എൻ വീട്ടാരണൈവർ ഓയാമൽ നന്ദി സൊൽവോ. ആമേൻ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിയോഗ കൗണ്ടറിൽ നിയോഗം സമർപ്പിച്ച് പേര് കൊടുത്ത ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുകയാണ്. ആ ഓരോ നിയോഗങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കാൻ പോവുകയാണ്. ഓരോ പ്രാർത്ഥനയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. സമറിയാക്കാരൻ്റെ ഉപമയിൽ ആ മനുഷ്യൻ കിടന്നതുപോലെ ഇന്ന് പലരുടെയും ജീവിതം. മുറിവേറ്റ് എവിടെയൊക്കെയോ തകർന്നും തളർന്നും പരാജയപ്പെട്ടും ഒക്കെ ഇരിക്കുന്ന നമ്മളെ ദൈവവചനത്തിലൂടെ ഇന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് ഇന്ന് എത്തേണ്ടിടത്ത് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇന്ന് സമറിയാക്കാരനായ യേശുവാണ്. ഇതെൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറട്ടെ, ഒരനുഗ്രഹമായി തീരട്ടെ. എവിടെയെല്ലാം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുവോ അവിടെയെല്ലാം ദൈവ പ്രവൃത്തികൾ വെളിവാക്കപ്പെടാം. അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാകും. മരുഭൂമിയിൽ നീരുറവ പോലെ, മരുഭൂമിയിൽ നീരുറവ പോലെ, മരുഭൂമിയിൽ നീരുറവ പോലെ, മരുഭൂമിയിൽ നീരുറവ പോലെ അത്ഭുത വഴികൾ തുറക്കണമേ, അത്ഭുത വഴികൾ തുറക്കണമേ, അത്ഭുത വഴികൾ തുറക്കണമേ, അത്ഭുത വഴികൾ തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. എത്ര പേരാണ് ഇപ്പോൾ ഒന്ന് കണ്ണുകളുടെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. വീടുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചേ. വീടുമായി വേദനിക്കുന്ന, വീടുമായി ബന്ധപ്പെട്ടുള്ള വേദന ചുമക്കുന്നവർ, ദൈവമേ ആ വേദനയെ സമറിയാക്കാരൻ അറിയാം. വീണ് കിടക്കുന്ന നിന്റെ എവിടെയൊക്കെയാ പരിക്കുള്ളതെന്ന്, എവിടെയൊക്കെയാ നിനക്ക് വേദനിക്കുന്നതെന്ന് കാണുന്നവൻ നോക്കുമ്പോൾ കയ്യെ കെട്ടിയിരിക്കുന്ന വാച്ചും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കളറും ഓടിച്ച വാഹനത്തിൻ്റെ വലിപ്പവും കയ്യിലുള്ള വിരലിലുള്ള മോതിരവും കഴുത്തേ കിടക്കുന്ന മാലയും കാതിലെ കമ്മലും ഒക്കെ കാണത്തുള്ളൂ. എന്നാൽ സമറിയാക്കാരൻ യേശു കാണുന്നത് നിന്റെ വേദനിക്കുന്ന വിങ്ങുന്ന മനസ്സിനെയാണ്, വിങ്ങുന്ന ഹൃദയത്തെയാണ്. എനിക്കറിയാം ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ വേദനിക്കുന്ന ഹൃദയവുമായിട്ടാണ്, ഹൃദയത്തിൽ പൊള്ളുന്ന അനുഭവമായിട്ടാണ് ഇന്നിവിടെ അത്ഭുതത്തിന്റെ ദൈവകരം നിന്റെ നേർക്ക് നീണ്ടു വരുന്നത്, നിന്നിലേക്ക് അടുത്തു വരുന്നത്. കാണാൻ ഇടവരും, കാണാൻ ഇടവരും. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരുടെയും പേരുകൾ ഒന്ന് വേഗത്തിൽ വായിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്ന് നിയോഗം നിങ്ങളെല്ലാവരും ഈ സമയ ശുശ്രൂഷകരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ജനത്തിന്റെ നേരെ തിരിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാമോ? ശുശ്രൂഷകരൊക്കെ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം 5-10 മിനിറ്റ് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാകട്ടോ. ഞങ്ങൾ ഉഴപ്പില്ലാതെ മടികൂടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാകട്ടോ. ഞങ്ങൾക്കിത് നിങ്ങൾക്ക് തരാൻ സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആ സമയത്ത് ജോയിച്ചേട്ടനും വർഗീസ് ചേട്ടനും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കണം. സിമി എന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെന്നി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീമായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്ലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഥിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റാഫേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ദിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചെൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിയോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിയോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചെന്റി തങ്കച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിതുപോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റജീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശോഭനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാർഷലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിൽവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
ഗ്രേസ്യാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അശ്വിൻ രാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പെണ്ണമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോഫിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൗലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രമേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പീറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസ്മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയാമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗിരീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജാസ്മിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് പ്രാർത്ഥിക്കുന്നു എന്നല്ല, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു പോവാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന ഒരാളുടെ പേരായിരിക്കും പറയുന്നത്, എൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ഒരാളുടെ പേരായിരിക്കും പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ പേര് പറഞ്ഞോ എന്ന് ചിന്തിക്കും. നിങ്ങൾ ആ പേര് ആ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ എഴുതിയപ്പോൾ അത് ദൈവത്തിൻ്റെ മനസ്സിലാണ് അത് എഴുതിയത്, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് അതുണ്ട്. അങ്ങനെയാ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ കുറെ 5-6 കൗണ്ടർ വെച്ച് കുറെ പേരെ ഇരുത്തി എഴുതിക്കാത്തത് അത് നിയോഗത്തോടെ എഴുതുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ പേനയെ കുറിച്ചും ആ മഷിയെ കുറിച്ചും ആ ബുക്കിനെ കുറിച്ചും അവിടെ ഇരുത്തിയിരിക്കുന്ന ആളിനെ കുറിച്ചും എല്ലാം പ്രാർത്ഥിച്ചൊരുക്കിയിട്ട് അത് ചെയ്യുന്നത്. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും കാര്യങ്ങളെ ഉയർത്തി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരെല്ലാവരെയും ഓർത്തൊന്ന് സ്തുതിക്കാമോ? സമറിയാക്കാരന്റെ ഉപമയിൽ അർദ്ധപ്രാണനായി ആ മരുഭൂമിയിൽ വഴിയറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്ന ആളെ ആ മനുഷ്യൻ സഞ്ചാര മൃഗത്തിന്റെ മുകളിൽ കയറ്റിയിരുത്തി, ആ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തിന്ന്. ഇതുപോലെ ചില നന്മകളിലേക്ക് ദൈവം ആ അവസ്ഥയിൽ നിന്ന് കയറ്റിയിരുത്തും കേട്ടോ. ആമേൻ. നിങ്ങൾ ചിന്തിക്കത്തില്ല, ഈ വഴി കിടക്കുന്ന എന്നെ, ഈ എല്ലാവരും ഉപേക്ഷിച്ച എന്നെ ദൈവം അനുഗ്രഹിക്കുവോ? കുഞ്ഞെ, നിന്നെയാ ദൈവം അനുഗ്രഹിക്കുന്നത്. ഇവിടെ വലിയ കൊമ്പന്മാരെ കാണാനല്ല ദൈവം വന്നിരിക്കുന്നത്. ഇവിടെ പൊട്ടി തകർന്നവരെയും പരാജയപ്പെട്ടവരെയും തകർന്നു പോയവരെയും മനസ്സ് വേദനിക്കുന്നവരെയും ചങ്കോട് ചേർത്ത് പിടിക്കാനാ ദൈവ സാന്നിധ്യം ഇരിക്കുന്നത്. നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് 4 പ്രാവശ്യം ആ നിയോഗ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചോട്ടെ. നിയോഗ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗം സമർപ്പിച്ച 1000-ഓളം വ്യക്തികളെ ഓർക്കുന്നു. അവരുടെ പേരുകൾ ഈ അൽത്താരയിൽ വയ്ക്കുന്നു. അവരുടെ നിയോഗത്തെ സമർപ്പിക്കുന്നു. അവരിവിടുന്ന് മേടിച്ച നിയോഗ തിരിയെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിവിടുന്ന് മേടിച്ച പ്രാർത്ഥന കാർഡിനെ ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നു. ഇവിടെ നിന്ന് സ്വീകരിക്കുന്ന നേർച്ച, അരിയെ, എണ്ണയെ, ഭക്ഷണത്തെ, ഇവിടെ നിന്ന് സ്വീകരിച്ച സകലതിനെ ഓർക്കുന്നു. ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് എൻ്റെ കൂടെ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഞാനൊരു കുഞ്ഞു കാര്യം പറയുകയാണ്. സമയം 1:55, 2 മിനിറ്റ് കൂടെയുണ്ട്.
നമ്മുടെ ഈ ആലയത്തിൽ കുറച്ച് മാസങ്ങൾ, ഒരു വർഷം മുമ്പ് അധികം ആരും വരില്ലായിരുന്നു. കുറച്ച് പേരെ വരത്തുള്ളായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം സ്വീകരിക്കുന്നു. അപ്പോൾ അന്ന് ഇവിടെയുള്ള സോജനച്ചനോ മറ്റു വൈദികരോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ വിശുദ്ധ യൂദാശ്ലീഹയുടെ ഒരു രൂപം ഈ സൂര്യകാന്തിയുടെ പ്ലാസ്റ്റിക് പോയിരുന്ന സ്ഥാനത്തുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ അൽഫോൻസാമയുടെ രൂപം ഇവിടെ. അപ്പം നമ്മളന്ന് യൂദാശ്ലീഹയുടെ നൊവേന ചെല്ലുമായിരുന്നു. ആ രൂപമാണ് ആ കയറുന്ന സ്ഥലത്ത് ആ ഒരു ഫ്രെയിമിൽ വച്ചിരിക്കുന്നത്. അപ്പം നമ്മളന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ആലയത്തിൽ വരാൻ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചൊരു ദിവസം ഞാൻ ഒന്നല്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് നിയോഗ പ്രാർത്ഥന ഇവിടെ ഉണ്ടായത്. ഞാൻ ചരിത്രം അന്വേഷിക്കുമ്പോൾ ചിന്തിക്കുക കേട്ടോ, ആ നിയോഗ പ്രാർത്ഥന ഉണ്ടായത്. അപ്പം ഞങ്ങൾ ഈ 2 ദിവസം മുമ്പ് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ സോജനച്ചൻ്റെ മുറിയിൽ പോയി പറഞ്ഞു, അച്ഛാ, നമുക്ക് നൊവേന ചൊല്ലി വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയുടെ സമയത്ത് വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. വെള്ളിയാഴ്ച ദിവസം നമ്മൾ നിയോഗ പ്രാർത്ഥന നടത്തണം. ജനം അനുഗ്രഹിക്കപ്പെടാതിരിക്കത്തില്ല, ജനം വിടുവിക്കപ്പെടാതിരിക്കത്തില്ല. ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട്. ഇത് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അടുത്തതിൻ്റെ പിന്നത്തെ വ്യാഴാഴ്ച മുതൽ ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥനകളൊക്കെ അങ്ങനെയായിരിക്കും. പിന്നെ നിങ്ങളിവിടെ വന്നപ്പോൾ ചിലർ പറഞ്ഞു, ഇവിടെ ഒന്നും സിസ്റ്റമാറ്റിക് അല്ല, ഓർഡർ ഇല്ല, ഇതെന്താണ് ഇങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഇവിടെ നടക്കുന്ന ഓർഡറൊന്നും ഇല്ലെന്ന് തോന്നിയാലും ദൈവത്തിന്റെ കരം ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആൾക്കൂട്ടം കൂടുന്നിടത്ത് ഇത്രയൊക്കെ ഓർഡർ ആകാൻ പറ്റത്തുള്ളൂ. കുറച്ചൊക്കെ ഡിസോർഡർ വരും. നിങ്ങളത് ഒരു കുടുംബത്തിലെ സാഹചര്യം പോലെ അത് ചേർത്ത് നിർത്തണം. സഭാവ്യത്യാസമന്യേ ഇവിടെയുള്ള ശുശ്രൂഷയെ ജനം സ്നേഹിക്കുന്നുണ്ട്. ഇന്നലെ ഒരു കുടുംബം വന്നു, കഴുത്തേലും കാതിലും ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, എവിടെയാണ്? ഞങ്ങളൊരു പെന്തക്കോസ്ത പള്ളിയിൽ പോകുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ വന്നത്? പാസ്റ്ററോട് പറഞ്ഞിട്ടാ വന്നേ. എന്താ വന്നത്? അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വചനം പറഞ്ഞില്ലായിരുന്നോ? അതെൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടായി പറയാൻ വേണ്ടി വന്നു. ഞങ്ങളങ്ങനെ വേറെ പള്ളിയിലൊന്നും പോകുന്നവരല്ല. ഞങ്ങളുടെ ചർച്ചിൽ ആരാധിക്കുള്ളൂ. ഞങ്ങൾ കത്തോലിക്കരുടെ സ്ഥലത്തൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകാറൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ വന്നത് അനുവാദത്തോടെയാണ്. അച്ഛൻ ആ വചനം പറഞ്ഞപ്പോൾ ഒരു വചനം അത് എൻ്റെ ഈ മകൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ടായി പറയാൻ വന്നതാണ്. സഭാവ്യത്യാസമന്യേ അനേകർ ഇവിടെ വന്ന് അവിടെ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. ഒരുപാട് പേർ സ്വന്തം കുടുംബത്തെ പോലെ ആലയത്തെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് അമ്മമാർ, ഒരുപാട് അപ്പച്ചന്മാർ സ്വന്തം മാനെ പോലെയും സ്വന്തം കുടുംബത്തിലെ ഒരാളെ പോലെയൊക്കെ എന്നെ പോലെയുള്ള സാധാരണ ആളെ കാണുന്നുണ്ട്. ഞങ്ങളൊക്കെ വീണ് തളർന്ന് പൊട്ടിപ്പോയ മനുഷ്യരാണ്. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. പൊട്ടിപ്പോയ മനസ്സും കോംപ്ലക്സ് ഉള്ള മനസ്സും ആന്തരിക മുറിവുള്ളവരുമായി പ്രസംഗിക്കുന്ന ഞാനൊക്കെ. പക്ഷെ എനിക്ക് അനുഗ്രഹമുണ്ട്, ദൈവനെ നിർത്തിയിരിക്കുന്നുള്ള ഉറപ്പുണ്ട്. അതിലാ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ പൊട്ടിപ്പോയ എനിക്ക് ഒരുപാട് പേരെ ഒട്ടിച്ച് ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. അതെന്റെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഒരു കറുപോലെ കാത്തിരേനന്ദേ എന്നെ സിതയാമൽ സുമന്ദിരേനന്ദേ യവിനേ